ഞാൻ പറഞ്ഞു വന്നത്, നൂറുകണക്കിന് കേസറ്റുകൾ ആർക്കും കിട്ടും. മൗലവിമാര് കേസറ്റ് വാങ്ങി, അത് വാങ്ങിയിട്ടത് കേട്ട് പഠിക്കല്ല. മൗലവിമാരെന്താ ചെയ്തത്? കേസറ്റ് വാങ്ങി, CD കേസറ്റ് വാങ്ങിയിട്ട് മൗലവിമാര് വല്ല കോഴിക്കോട്ട് ശൈഖിന്റെ പള്ളിയിൽ എത്തും. ബർക്കത്തുള്ള സ്ഥലം തന്നെയാണല്ലോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മൗലവിമാര് വന്നിട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുകയാണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ, ഇതാ പേരോടിതാ ഓടിപ്പോകുന്നു, പേരോടിതാ ഞങ്ങളുടെ ചോദ്യത്തിന് മറുപടി മുട്ടുന്നു. അങ്ങനെ മുട്ടുന്ന മൗലവിമാരുണ്ടെങ്കിൽ സ്ക്രീനും കൊണ്ട് നടക്കണ്ട. കോഴിക്കോട്ട് ജീവനുള്ള മൗലവിമാരുണ്ടെങ്കിൽ നേരിൽ പറയാൻ തയ്യാറാകണം. സ്ക്രീനും കൊണ്ട് നടക്കണ്ട, നേരിൽ പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് ഒന്നാമത്തെ സംവാദം ഞാൻ പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇൻഷാ അല്ലാഹ് ഞാൻ തെളിയിക്കും. സത്യമാണെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു മൗലവി, അത് ഇബിലീസ് ആയാലും തിരക്കേടില്ല, എപ്പോഴാണോ ഒഴിവുള്ളത് വിവരം അറിയിച്ചോളണം. ഈ കുട്ടിച്ചിറ പല സംവാദങ്ങളും നടന്ന സ്ഥലമാണ്. നിന്റെ വിഷയം അമ്മഞ്ഞമ്മഞ്ഞം പറയണ്ട. മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഞാൻ തെളിയിക്കും. സുന്നത്ത് ജമാഅത്ത് പിഴച്ചതാണെന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു മൗലവിയുണ്ടോ? അവരെ ജീവനോടെ ആക്കാനുണ്ട്. സ്ക്രീനും കൊണ്ട് നടക്കണ്ട കേട്ടോ. നമ്മളെ പ്രസംഗത്തിന്റെ അത്ര അങ്ങേ തലയും അങ്ങോട്ട് കട്ടുകളിയാ, ഇങ്ങേ തലയും കട്ടുകളിയാ. എന്നിട്ടോ ഞാൻ ചിലപ്പോൾ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ചില കാര്യം ഉദ്ധരിക്കൂ, അതിന്റെ മറുപടി ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിവർ കേൾപ്പിക്കൂല. അപ്പൊ മുജാഹിദ് ഇങ്ങനെ പറയുന്നു എന്ന് അതും കേൾപ്പിക്കൂല. എന്റെ പേരോട് ഇതാ സമ്മതിക്കുന്നു എന്ന് അറിയൂ, അത് നിങ്ങളെ വാചകം ഉദ്ധരിച്ചതാ. അവർ സാധാരണ പതിവാണത്. വല്ലാത്ത വിഷമുണ്ട് മൂപ്പർക്ക്, വല്ലാത്ത വിഷമാ. എന്നിട്ട് പറയാ, ധൈര്യമുള്ള മൗലവിമാര് സ്ക്രീനിൽ കൂടെ നടക്കണ്ട, നേരിൽ വന്നാ മതി. ഇയാളെ കിട്ടണ്ടേ, ഇയാളെ കിട്ടണ്ടേ ഈ സാധനത്തിന്. പയ്യന്നൂര് കണ്ണന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ. അവസാനത്തെ അമ്പരുണ്ടല്ലോ, കണ്ണന പ്രസംഗം നടക്കുമ്പോ അവസാനത്തെ അമ്പര്, ഈ കണ്ണന പ്രസംഗം നിർത്തിക്കോ, വാദപ്രതിവാദത്തിനുണ്ടോ? അന്ന് മുങ്ങിയതാ വാദപ്രതിവാദം ചോദിച്ചോണ്ട്. പിന്നെ ഇന്നുവരെ കണ്ടിട്ടില്ല. ഒസങ്കടിയിൽ വന്നു, ജക്കരിയ ഏറ്റുമുട്ടി, മറുപടി പറഞ്ഞു. അപ്പോഴും മൂപ്പരാകെ പ്രയാസപ്പെട്ട്, വാദപ്രതിവാദത്തില്ലെങ്കിൽ നേർക്കുവാ, മൗലവിമാരും ജീവനുള്ള മൗലവിമാരും ഇങ്ങോട്ട് വാ. പിന്നെ മൂപ്പർക്ക് അറിയാവുന്ന ഒരു ശൈഖേ ഉള്ളൂ, അത് ഇബ്ലീസാ. അയാളെ കണ്ടു ശീലമുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആരെ കണ്ടാലും മൗലവിമാരാണെങ്കിൽ ഇബ്ലീസാന്ന് മൂപ്പറ വിചാരം അല്ല. നിങ്ങൾ കണ്ട ആളെ ഇബ്ലീസായിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഈ നിലക്ക് എന്തെടുക്കുക, വെല്ലുവിളിക്കുക. അവസാനം ഒസങ്കടി വന്നു. ഒസങ്കടി വന്നിട്ട് ഇതാ വാദം. എന്താ വാദം? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് പിഴച്ചതാണ് നിങ്ങൾ സമർത്ഥിക്കണം, അതുപോലെ മുജാഹിദ് പിഴച്ചാന്ന് ഞങ്ങൾ സമർത്ഥിച്ചോളാം. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് പിഴച്ചാന്ന് ഞങ്ങൾക്ക് സമർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് പിഴച്ചല്ല, സമസ്തക്കാരെ സംബന്ധിച്ച് ഞങ്ങളുടെ വാദം അല്ലേ? അങ്ങനെ വിഷയം വെച്ച് കഴിഞ്ഞാൽ വാദപ്രതിവാദം നടക്കുമോ? വാദപ്രതിവാദത്തിന് വിഷയമല്ലേ വേണ്ടത്? ഞങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ തരം നമുക്ക് കരാർ എഴുതാം, അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? പ്രാർത്ഥിക്കൽ ശിർക്കാണ്, മുജാഹിദുകൾ അനുവദനീയ. നിങ്ങൾക്ക് വാദം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. അത് വെച്ചില്ല ഇത് വെച്ചില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ വരിയാൻ വേണ്ടിയിട്ട് കടന്ന് കളിച്ചു. അവസാനം അവിടുത്തെ മധ്യസ്ഥന്മാർ, അവർ മുജാഹിദൊന്നുമില്ല, അവർ പറഞ്ഞു ഇരിക്കോ സാധനം എഴുതി കൊടുക്കുക പറഞ്ഞു. അവസാനം നിർബന്ധപൂർവ്വം എഴുതി കൊടുത്തു. എന്തേ, നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ് 28-ാം തീയതി ഒസങ്കോടിയിൽ വെച്ച് കാണാം, പേരോട് വരുമെങ്കിൽ ഇവിടെ വന്നിട്ട് ജീവനുള്ള മൗലവിമാര് വാ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ വ്യവസ്ഥ കഴിഞ്ഞപ്പോ തന്നെ പേരോടില്ല. ഒന്നാമത്തെ വ്യവസ്ഥക്കൊന്ന്, രണ്ടാമത്തെ വ്യവസ്ഥക്ക് തന്നെ പേരോടില്ല. അവസാനം ഇപ്പൊ ഞങ്ങൾക്ക് സംശയം വാദപ്രതിവാദത്തിൽ ഉണ്ടാവുമെന്നാ. വാദപ്രതിവാദത്തിൽ നിങ്ങൾ വരണം, നിങ്ങളെ പ്രതീക്ഷിച്ചിട്ട് ഞങ്ങളൊക്കെ പോണത്. മനസ്സിലായില്ലേ? നേരിട്ടുണ്ടെങ്കിൽ വാ, എന്നിട്ട് പറയാം തലയും വാലും മുറിച്ച് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കുക. ഒരിടത്ത് നമ്മളെന്തെങ്കിലും കാണിച്ചിട്ട് ഒരു ഇച്ചിരി കണ്ടാൽ മതി, ഇവർ വിടുമെന്ന് വിചാരിക്കണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അവിടെ ഇവിടെ എങ്ങാനും വിട്ടുപോയാൽ ഇവർ വിടുമെന്ന് വിചാരിക്കണ്ടോ? ഉണ്ടോ? നല്ല കൗമാണ്. എന്നിട്ട് തലയും വാലും മുറിച്ചിട്ടാണ്. എവിടെ തങ്ങൾക്ക് തല പണ്ടേ ഇല്ല, പിന്നുള്ളതൊരു വാലാണ്, അത് മുറിച്ചാ പിന്നെ രസമുണ്ടോ? അത് മുറിക്കാതെ തന്നെ കാണിക്കല്. എന്നിട്ട് തലയും വാലും മുറിച്ചെന്ന് കുറ്റിച്ചരമെന്ന് നിങ്ങൾ പറയും. കാരണം ഈ കുറ്റിച്ചരപ്പ് ആദ്യമായിട്ട് ഈ പരിപാടി എടുക്കുന്നത് അല്ലേ? അവ തലയും വാലും മുറിച്ചിട്ടല്ല, നിങ്ങൾ പറഞ്ഞതിനാ മറുപടി. നിങ്ങൾ എല്ലായിടത്തും പറഞ്ഞു, ഇല്ലാത്ത ആയത്തോതി. അവസാനം ഞങ്ങൾ തന്നെ പേരോണ്ട് ഫോൺ ചെയ്തു. അല്ല ഉസ്താദേ, നിങ്ങളിങ്ങനെ ആയത്തില്ലാത്ത ആയത്തോതി ഒരു മൗലവി പ്രസംഗിച്ച കാസറ്റ് ഞങ്ങൾ കേട്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? മൂപ്പര് കരച്ചിലാ. എന്ത് മക്കളെ, ഞാനെങ്ങനെ ചെയ്യുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉസ്താദ് എങ്ങനൊന്നും ചെയ്യില്ല, അത് വഹാബിയോട് പ്രചരിപ്പിക്കുന്നതാണ്. ഇയാള് പയ്യന്നൂർ വന്നിട്ട് എന്നിട്ട് പറഞ്ഞു, എന്ത് ഫോണിൽ കൂടെ കയറി ഞാൻ മനസ്സിലുണ്ടല്ലോ, പയ്യന്നൂർ വന്നിട്ട് പറയാം ഞാൻ മനഃപൂർവ്വം ഓതിയതാണ്.
എന്താ ഇയാളെ കുറിച്ച് പറയേണ്ടത്? എന്നിട്ട് പറയാം തലയും പാലും മുറിച്ചാണ്. ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വരാൻ ഞങ്ങൾ ഒരുക്കാം, നിങ്ങൾ നിന്ന് കിട്ടിയാൽ മതി. എന്നിട്ട് പറയാ എന്റെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പേടിയാ ഈ കുറ്റിച്ചിറ വാദപ്രയോഗം നടത്തില്ല നിങ്ങളുമായിട്ട് ഇല്ലേ? എന്നിട്ട് വാദപ്രതിവാദത്തിന്റെ പേര് വന്നിട്ടാ ബഹളം ഉണ്ടാക്കല്. വാദപ്രതിവാദത്തിന് ഇവിടെ ഒരു പ്രശ്നമില്ല. സമാധാനപരമായ അന്തരീക്ഷത്തിൽ വാദപ്രതിവാദം നടത്താൻ കിട്ടുന്ന എല്ലാ വേദികളും മുജാഹിദ് പ്രസ്ഥാനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, സംശയമില്ല അതിൽ അല്ലേ? എത്ര നടന്നു കലക്കാനുള്ള പണി നടക്കൂലെന്ന് മാത്രം. ബഹളം വെച്ച് ജയിക്കലുണ്ടല്ലോ, അത് നടക്കൂല. സമാധാനപരമായിട്ട് ഏത് സംഭവത്തിനും മുജാഹിദ് തരാം. പേരോട് വെട്ടി 28 നടക്കുക, അതിന് കരാർ എഴുതി വന്നിട്ട് ഇവിടെ വന്നിട്ട് പ്രസംഗിക്കണത് ഇത് ധൈര്യമുള്ള മുന്നോട്ട് വരാൻ, ധൈര്യമുള്ളവരുണ്ടെങ്കിൽ നേരിട്ട് ജീവനോടെ വരാൻ. കരാർ എഴുതിയിട്ട് വന്നിട്ടാ അല്ലേ നിങ്ങൾ ഉണ്ടായാൽ മതി ജീവനോടെ, അതാ എനിക്ക് പറയാനുള്ളത്. അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലക്ക് മൂപ്പര് ഞാനിപ്പോ ഇതെന്താ കാണിച്ചെന്നറിയോ? നമ്മുടെ വിഷയമല്ല അതൊക്കെ. മൂപ്പരെ വലിയ ആളായിക്കോട്ടെ, ഞാനിച്ചിരി വലിയ ഗവൺമെന്റിലെ ആളാന്ന് മറ്റുള്ളവർ വിചാരിക്കുന്നതിനോട് സംസാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എന്താ ഞാൻ കാണിച്ചെന്നറിയോ? ഇനി ചിലപ്പോൾ ഞാൻ കാണിക്കുന്നത് ഒരുപക്ഷെ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇവിടെ നിങ്ങൾ പ്രസംഗിച്ച് കേട്ടാണല്ലോ. ഈ CD പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു നാട്ടിൽ പേരോട് ചെല്ലുമ്പോൾ ഇത് കാണിച്ചിട്ട് പേരോടിനോട് ചോദിക്കും എന്താണെന്നറിയോ? അല്ല ഉസ്താദ് നിങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് മുജാഹിദുകള് വെട്ടിമാറ്റി മുറിച്ചു മാറ്റി തലയും വാലും മുറിച്ച് പറഞ്ഞതാന്ന് പറയും. പറയാതിരിക്കാനാണ് ഈ ഭാഗം കൂടി ഞാൻ കേൾപ്പിച്ചത് നിങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നിലക്ക് ഇവരിങ്ങനെ കെട്ടിമാറ്റാനും കറച്ച് മുറിച്ചു മാറ്റാനും ഒന്നും ഇവർക്കൊന്നുമില്ല. ഇവര് പറയുന്നത് ഈ കുഫ്രിയത്തും ഈ തോന്നിവാസവും അതുപോലെ ഈ ധിക്കാരവും അതുപോലെ അള്ളാന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യക്കും വിരുദ്ധമായ കാര്യങ്ങളാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തുറന്നു കാട്ടി വിരോധമില്ല. ഈ നിലക്ക് എല്ലാ കാര്യങ്ങളും മുജാഹിദ് പ്രസ്ഥാനം പറയുമ്പോ ഈ ഖബർ വ്യവസായത്തെ ജാറ വ്യവസായത്തെ ഒക്കെ എതിർക്കുമ്പോ പിന്നെ ഇവര് പറയുന്ന ഒരു തട്ടിപ്പാണെന്ത്? ഇവർ ഔലിയാക്കന്മാരില്ലാത്തവരാണ്, ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നവരാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ഔലിയാനെ എതിർക്കണമെന്നോ ഏതെങ്കിലും ഒരു ഔലിയാനെ സംബന്ധിച്ച് മോശമാക്കണമെന്നോ ഒന്നും വിശ്വാസമില്ല. പക്ഷേ നിസ്കരിക്കാതെ, നോമ്പ് നോക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ഹജ്ജ് ചെയ്യാതെ ഇസ്ലാമികമായി യാതൊരുവിധ മര്യാദയും പാലിക്കാൻ നടക്കുന്ന ആൾക്കാര് ഔലിയാക്കന്മാരായി ഇവിടെ കെട്ടിച്ചുമന്നു നടന്ന ഒരു കൗമ്. ഞങ്ങളിത് പറയുമ്പോൾ ചില ആൾക്കാർക്ക് ദഹിച്ചോണമെന്നില്ലേ, അവർക്ക് സുഖിച്ചോണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോ എന്തിനാ മുജാഹിദിൽ ഇത് പറയണമെന്നൊക്കെ ചോദിക്കും. എന്തിനാന്നല്ലേ? ഇതുപോലെ പിന്നെ പറയേണ്ട കാര്യങ്ങൾ ആ പിന്നെ പറയുന്നതിലേക്ക് മാറ്റിവെച്ച് കാര്യങ്ങളൊക്കെ പിന്നെ പറയാമെന്ന് വിചാരിച്ച് അവസാനം ഒരു കൗമിനെ ആ തിന്മക്കനുസരിച്ച് കൊണ്ട് ജീവിച്ച് നരകത്തിലേക്ക് അയച്ചതിന് ശേഷം കാര്യം പറയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് നേരത്തെ ഒരു പടി നേരത്തെ മുന്നോട്ട് കാര്യം പറയാം അല്ലേ? മുജാഹിദ് പ്രസ്ഥാനം എത്രയോ കൊല്ലമായി കള്ള ഔലിയാക്കന്മാരെ കുറിച്ച് പറയുന്നു, കള്ള ശേഖന്മാർ നമസ്കരിക്കാത്ത ഔലിയല്ല എന്ന് പറയുന്നു അല്ലേ? എന്നിട്ടിപ്പോ കുറ്റിച്ചിറ വന്നു കഴിഞ്ഞപ്പോ പേരോട് എന്താ പറഞ്ഞത്? പേരോടിന്റെ വാചകം നിങ്ങൾ എന്തെല്ലാം സാധനങ്ങളാ പഠിച്ചവനെ ഇസ്ലാമിന്റെ പേരിൽ. അത് കാദിയാനിയ. പിന്നെ സുബ്ഹാനല്ലാഹ്, നിങ്ങളറിയോ അതാ മൗലവി, അലവി മൗലവി എവിടെ? മഞ്ചേരിയിൽ ക്രിസ്ത്യാനി മൗലവിയാ, അച്ഛനാ മൗലവിയാ, ഓതുന്നത് ഖുർആനാ. എന്താ പറയുന്നത്? ക്രിസ്ത്യാനി മതമാണ് ശരിയെന്ന് ഖുർആനിലുണ്ട്. അത് അലവി മൗലവി മഞ്ചേരിയിലെ ഫത്വയാ. സുബ്ഹാനല്ലാഹ്. പിന്നെയോ എന്തെല്ലാം സാധനങ്ങളാ ഇറങ്ങുന്നു. കള്ളത്തരീക്കത്തുകാരനാ. പിന്നെ അത് പറയണ്ട. മുക്ക് കടല കച്ചവടം പോലെ ശൈഖന്മാരല്ലേ, കടല വിറ്റ് വാർത്ത് വിൽക്കുന്നവരെ പോലെ മുക്കിന് ശൈഖന്മാര്. എല്ലാരും ശൈഖ് തന്നെ, ശൈഖ് കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. എല്ലാരും തെരീക്കത്ത് കൊടുക്കൽ തന്നെ. കുറെ ആള് വാങ്ങലും കൊടുക്കലും വാങ്ങലും. ഈ സാധുവിനറിയോ എന്താ ശൈഖ്? ഈ തെരീക്കത്ത് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞവനറിയോ എന്താ തെരീക്കത്ത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ മുരീദ് നിസ്കരിക്കുന്നില്ല. ശൈഖ് പണ്ഡിതൻ നിസ്കരിക്കലില്ല, മുരീദ് ഉപ്പ് നിസ്കാരില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചേകനൂര് 3 നേരം 2 റകഅത്തെങ്കിലും ഉണ്ട്. കള്ള ശൈഖിനും മുരീദിനും തീരെ ഇല്ല. എന്തൊരു മുസീബത്താണിത്, ദീനിന് എന്തൊരു മുസീബത്താണ്. ഞാനിപ്പോൾ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഓ സഹോദരന്മാരെ, ശൈഖന്മാർക്ക് മുഴുവനും ശൈഖായ ശൈഖുൽ മശാരിഖ് വൽ മഗാരിബ് ഗൗസുൽ അദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഫത്ഹുർ റബ്ബാനി എന്ന കിതാബിൽ പറയുന്നു, ജനങ്ങളെ ശൈഖാണെന്നും പറഞ്ഞ ആരെങ്കിലും രംഗത്ത് വരുമ്പോഴേക്ക് നിങ്ങൾ പോയി കൈപിടിക്കല്ല, നിങ്ങളവരെ പോയി ബൈഅത്ത് ചെയ്യല്ല, ഉടമ്പടിയാക്കല്ല.
ഒരൊറ്റ മനുഷ്യനും അള്ളാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കാതെ, അള്ളാഹ് വിരോധിച്ചത് കൈയൊഴിക്കാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമല്ല. ഫർളും സുന്നത്തുമായ അമലെടുക്കാതെ ശൈഖാകാൻ സാധ്യമല്ല, മുരീദാകാൻ സാധ്യമല്ല. ഹറാം കൈയൊഴിക്കാതെ ശൈഖും മുരീദുമില്ല. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ചില കള്ള ശൈഖന്മാര് പെണ്ണുങ്ങൾ കൈപിടിക്കുന്നു, പെണ്ണുങ്ങളെ നോക്കുന്നു, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൊണ്ട് കാല് പിടിച്ച് ഞെക്കിക്കുന്നു, അവരുടെ കൂടെ കിടക്കുന്നു. എടോ യസ്തൈലു നാറുൻ അലാ നാർ, നിന്റെ മനസ്സ് മുഴുവനും തീ, ശൈത്താന്റെ തീ. ആ തീയില് ഈ ശൈഖാണ് മുരീദാണെന്നും പറഞ്ഞ് അന്യപെണ്ണിന്റെ കയ്യും പിടിച്ച് തീന്റെ മേലെ തീയാക്കിയിട്ട് ഈമാൻ കെടുത്തിയില്ലടാ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഗൗരവത്തോടെ ചോദിക്കുന്നു, എടോ നിന്റെ ദീന് ശൈഖാണെന്നും പറഞ്ഞ് മുരീദാണെന്നും പറഞ്ഞ് നീ നശിപ്പിക്കുന്നത് എന്തിനാണ്? നിനക്ക് മുരീദന്മാരെ വഴിയിൽ വരണോ, ശൈഖന്മാരെ വഴിയിൽ വരണോ? അലൈക്കും ബിലുസൂമിൽ മസാജിദി വകസറത്തി സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ പള്ളികളിൽ പോയി ധാരാളം ഇരുന്നോ, നീ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ, ഫർളായ അമലൊക്കെ എടുത്തോ, സുന്നത്തൊക്കെ മുറുകെ പിടിച്ചോ, ഹറാമ് കൈയൊഴിച്ചോ, കറാഹത്ത് കൈയൊഴിച്ചോ. അല്ലാഹ് നിന്നെ പ്രിയം വെക്കും. നീ അല്ലാഹ് നിന്നെ പ്രിയം വെച്ചാൽ നിനക്ക് പല പവറും അല്ലാഹ് തരും. അതിന് നീ റബ്ബിന്റെ ഖുർആനും ഹദീസും പഠിപ്പിച്ചതനുസരിച്ച് മുൻഗാമികളെ പിന്തുടർന്ന് ജീവിച്ചോ. നീ മരണത്തെ ധാരാളം ഓർമ്മിച്ചോ. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്നെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. ഞാൻ പലപ്പോഴും രാത്രി സമയത്ത് എഴുന്നേറ്റിരുന്ന് എന്റെ മരണത്തിന്റെ സന്ദർഭം ഓർത്ത് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് മക്കളെ. സഹോദരങ്ങളെ, വല്ലാത്ത മക്കളാണ്. എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ പേരോടൊന്ന് 10 കൊല്ലം വാത് പറഞ്ഞിരുന്നെങ്കിൽ ഈ കൗമിന്ന് എവിടെ എത്തിയേനെ അല്ലേ? ഇപ്പൊ കള്ളത്തരീക്കത്ത് കള്ള ശൈഖിനെതിരെ അല്ലേ എന്നിട്ട് പറയാ സ്കരിക്കാത്തോ മതിയല്ല, സ്കരിക്കാത്തോ മതിയല്ല, മറ്റുള്ളവരുടെ കൈവിത്തി പിടിച്ച് പുത്രമൊന്നും നീ കൊതിക്കണ്ടാന്ന്. ഓ, ആരായി പറയണത്? പ്രസംഗം കഴിഞ്ഞ് പ്രഭാഷണം കഴിഞ്ഞ ഇങ്ങനെ ഇരിക്കാണ്. ഇങ്ങനെ എന്തിനാ മുത്താനെ, മുത്താൻ അല്ലേ, രണ്ട് കൈ പിടിച്ച് മുത്രം നീ കൊതിക്കണ്ട. ആരാ ഇവിടെ നിൽക്കണത്? ആരാ ഇവിടെ നിൽക്കുന്നത് അല്ലേ? നമ്മുടെ ശൈഖുന വന്നാല് കാർമേ പുത്ര മനുഷ്യന്മാര്, ശൈഖുനാന്റെ കൈ കിട്ടിയില്ലെങ്കിൽ കാർമേ പുത്ര മനുഷ്യന്മാര് അല്ലേ? എന്നിട്ട് ഒരു സ്ഥലത്ത് അലോൺസ്മെന്റ് അല്ലേ, എന്താ അറിയോ? ശൈഖുന അവശനാണ്, അതുകൊണ്ട് മുത്തിയവർ മുത്തിയവരെ മുത്തുക. അവശനാണ്, അതുകൊണ്ട് ഇനി മുത്താ നിൽക്കണ്ട. ആ മറ്റുള്ളവരെ കൈപിടിച്ച് മുത്തറന്ന് കൊതിക്കണ്ട. കാര്യം വലിയാകാൻ പറ്റില്ല. പിന്നെ പേരോട് പറഞ്ഞ വിശേഷണമൊക്കെ പറയാൻ പറ്റൂല. ഏതായിരുന്നാലും ആ വിശേഷണമൊക്കെ ഇല്ലാത്ത ആളാണ് ശൈഖ്. ഏതായിരുന്നാലും ഇവരുടെ ശൈഖ് ശൈഖല്ല എന്ന് ബോധ്യപ്പെട്ടു, ഇവരുടെ ശൈഖ് ശൈഖല്ല എന്ന് ബോധ്യപ്പെട്ടു അല്ലേ? അങ്ങനെ ഒരുപാട് സിഫത്തുകൾ. എന്നിട്ട് എവിടെ വന്നിട്ട് ഇവിടെ തരീക്കത്തിനെതിരെ പറയണത്? കാരണം കൂട്ടത്തിൽ 1-2 ഇപ്പൊ പോയപ്പോഴാ ബോധം വീണത്. കൂട്ടത്തിൽ 1-2 ഇപ്പൊ ഏതോ തരീക്കത്തൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോ തരീക്കത്തിനെതിരെ സത്യം പറയാൻ തുടങ്ങിയതാ അല്ലേ? പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ രംഗത്ത് അങ്ങനെ രംഗം വിടാൻ പറ്റോ? രംഗം വിടാൻ പറ്റോ? എത്രയെത്ര ലേഖനങ്ങൾ, എത്രയെത്രയോ ലേഖനങ്ങൾ വായിക്കാൻ പറ്റില്ല. ഇവരുടെ ഈ കൗമിജാതി വർത്താനൊക്കെ വായിക്കാൻ പറ്റൂല. അതിനും മാത്രം ഉണ്ട് അല്ലേ? അതിനും മാത്രം ഈ 2000 ഇറങ്ങിയതും 2006 ഇറങ്ങിയതും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട് അല്ലേ? അതിലൊന്നാണെന്ത്? ശരീഅത്തിൽ അധിഷ്ഠിതമായ തരീഖത്ത്. ശരീഅത്തിൽ അധിഷ്ഠിതമായ തരീഖത്ത് എന്ന ലേഖനത്തിൽ പറഞ്ഞെന്തറിയോ? അഹമ്മദ് സറൂഖ് എന്ന് പറയുന്ന ഒരു ശൈഖ് തന്റെ ഉസ്താദിന്റെ നിർദ്ദേശം മാനിച്ചിട്ട് ഒരു തങ്ങളെ കാണാൻ പോയി, ഒരു വലിയ ശൈഖിനെ കാണാൻ പോയി. അപ്പോ ആ ശൈഖിന് 2 കണ്ണും കാഴ്ചയില്ല അത്രേ. അഹമ്മദ് സറൂഖ് കാണാൻ പോയി ശൈഖിനെ. അങ്ങനെ അഹമ്മദ് സറൂഖ് ശൈഖിന്റെ അടുക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ശൈഖിന്റെ 2 ഭാഗത്തും എന്തെടുക്കുന്നു? 2 സുന്ദരികൾ നിന്നുകൊണ്ട് ശൈഖിനെ മുത്തുന്നു. ഞാൻ പറയല്ലേ, ഇത് എഴുതി വിട്ടതാ. അങ്ങനെ ഇത് കണ്ടപ്പോ അഹമ്മദ് സറൂഖ് ദേഷ്യത്തോടെ പിന്തിരിഞ്ഞു പോന്നു, പുറകോട്ട് പോന്നു.
കാരണം എന്താ, ഈ ശൈഖിനെ പിന്തുടരാൻ പറ്റില്ല എന്ന് വിചാരിച്ച അഹമ്മദ് സറൂഖ് പുറകോട്ട് പോരുമ്പോ കണ്ണ് കാണാൻ വയ്യാത്ത ആ ശൈഖ് അവിടുന്ന് വിളിക്കുന്നു. എന്താ വിളിച്ചത്? യാ അഹമ്മദുൽ കദ്ദാബ് തങ്ങളെ. എന്താ? അഹമ്മദുൽ കദ്ദാബ് തങ്ങളെ, പെരുങ്കള്ളം തങ്ങളെ ഇങ്ങോട്ട് വരാൻ, കള്ള തങ്ങളെ ഇങ്ങോട്ട് വരാൻ. എന്തും മനസ്സിലാന്ന് ആലോചിച്ചു. ഈ ആര് കണ്ണു കാണാൻ വയ്യാത്ത ശൈഖ് വിളിച്ചത്. അങ്ങനെ അഹമ്മദ് സറൂഖ് തിരിച്ചകത്തേക്ക് കയറിയപ്പോ അവിടെ ഇതാ സ്ത്രീകളെ കാണുന്നില്ല. അത്ഭുതം എന്ന് പറഞ്ഞ 2 അത്ഭുത ചിഹ്നമൊക്കെ ഇട്ട് അത്ഭുതം 2 ചിഹ്നങ്ങൾ കൊടുത്തിട്ട് പറയാം, ഇവിടെ പെണ്ണുങ്ങളെ കാണുന്നില്ല. അപ്പൊ കണ്ണ് കാണാൻ വയ്യാത്ത ആ ശൈഖ് വന്ന അഹമ്മദ് സറൂഖിനോട് പറയാണ്, നീ എന്റെ വലത് ഭാഗത്ത് ഒരു പെണ്ണെ കണ്ടില്ലേ? അവൾ ദുനിയാവാണ്. ഇടത് ഭാഗത്ത് കണ്ടത് ആഖിറമാണ്. ആഖിറത്തെക്കാൾ സുന്ദരി ദുനിയാവാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ വഞ്ചനയിൽ നീ പെടണ്ട എന്ന് ആര് പറയാ? ഈ കണ്ണ് കാണാൻ വയ്യാത്ത ശൈഖ് അഹമ്മദ് സറൂഖിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ ശൈഖ് പറയണെന്തറിയോ? ഉടൻ സ്ഥലം വിട്ടോണം എന്നാണ്. ഉടൻ ഇവിടുന്ന് വിട്ടോണം, വിട്ടില്ലെങ്കിലോ നിന്റെ നാശമായിരിക്കും, വേഗം പൊക്കോണം പറഞ്ഞു. കാര്യം ഇനി അവിടെ നിന്നാലോ കട്ടിനടി കളിച്ചിട്ട് വെക്കുവേ. അഹമ്മദ് വരുന്ന കണ്ടി നിങ്ങൾ എവിടെയോ കയറി വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശൈഖ് പറയാ, എന്ത് വേഗം തിരിച്ചു പോകണം. നിന്റെ തെളിവ് എങ്ങനെ അറിയോ? നീ ഉടൻ രക്ഷപ്പെടണമെന്നും അല്ലെങ്കിൽ നിന്റെ നാശമായിരിക്കുമെന്നും പറഞ്ഞ് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. ഇടത് ഭാഗത്ത് ദുനിയാവും വലത് ഭാഗത്ത് ദുനിയാവും ഇടത് ഭാഗത്ത് ആഖിറാന്നൊക്കെ ഉപദേശിച്ചിട്ട് ശൈഖ് പിന്നെ പറയാണ്, വേഗം പൊക്കോ, ഇവിടെ നിന്നാ നിന്റെ നാശാണെന്ന് പറഞ്ഞിട്ട് മടക്കി അയച്ചു. ഈ കഥ ശരീരത്തിൽ അധിഷ്ഠിതമായ തരീഖത്ത് നിന്റെ പേര് ചുവട്ടിലാണ് എഴുതി വിട്ടത്. എന്തിനാ ഈ കഥ എഴുതി വിട്ടത്? ഏതെങ്കിലും ഒരു ശൈഖിന്റെ അടുക്ക് ചെന്നാ ഇതുപോലെ 2 ഭാഗത്തും 2 പെണ്ണുങ്ങൾ നിൽക്കണ കണ്ടാൽ എന്ത് വിചാരിച്ചാ മതി? അതൊന്ന് ദുനിയാവാ, മറ്റൊന്ന് ആഖിറമാണ്. മറിയുമ്മ ആണെങ്കിൽ അങ്ങനെ വിചാരിച്ചാ മതി. എന്ത് കൗമാണിത്? എന്നിട്ട് ഇവിടെ വന്നിട്ട് പ്രസംഗിക്കാ, എന്താ നീട്ടിയുള്ള പ്രസംഗോ? ആരെയാണ് പ്രസംഗം കേട്ടിരിക്കാത്തത്? ഇനി വേണോ? പിന്നെ നിസ്കരിക്കാത്തോ വലിയല്ലാതാ. നിസ്കരിക്കാത്തോ വലിയല്ലാതെ എങ്ങനെ പറയും? നിസ്കരിക്കാത്തോ വലിയല്ല നിങ്ങൾ എങ്ങനെ പറയും? മുജാഹിദുകൾ പറഞ്ഞാൽ അതിന് യോഗ്യതയുണ്ട് മുജാഹിദുകൾക്ക്. കാര്യം അത് പണ്ടേ നിർത്താൻ അങ്ങനെ തന്നെ പറഞ്ഞു. നിസ്കരിക്കാത്തോ വലിയല്ല നിങ്ങൾക്ക് പറയാൻ യോഗ്യതയുണ്ട്. കാര്യം എന്താ? അടുത്തത് 2005 ജനുവരിയിൽ ഇറങ്ങിയതാ. ഗൗസുൽ ആലം അബ്ദുൽ ഖാദർ ജീലാനി തന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു വിവാദമെടുത്തു. ജീലാനിയെ നമസ്കരിക്കാൻ പള്ളിയിൽ കാണാറേ ഇല്ല. ഗൗസുൽ ആലമിന്റെ ശരീഅത്ത് വിരുദ്ധ നടപടിയിൽ പണ്ഡിതർ പോലും പ്രതികരിച്ചപ്പോ മുഹീദ്ദീൻ ശൈഖിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ഞാൻ നമസ്കാരം ഒഴിവാക്കുന്നവരാണെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ഞാൻ കയ്യിൽ നമസ്കരിച്ചെന്ന് അവരറിയുന്നില്ല. ഉണ്ടോ? ഇത് പള്ളി കാണില്ല, പാവത്തിന്റെ പേരിൽ ആരോടും പറയണം. മൂപ്പര് പള്ളി വരുന്നില്ല, പള്ളി കാണാതിരുന്നപ്പോ പരാതി പറഞ്ഞു, എന്താ വലിയ മൂശയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് പള്ളി വരുന്നില്ലല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞ പറയാ. ഞാൻ മക്കളെ അനുസ്കരിക്കണത് ഇതെവിടെയുള്ള പുത്തൂലബി 158 രേഖ അടക്കം കൊടുത്തത്. എന്താ പുത്തൂലബിന് എഴുതി വെച്ചതറിയോ? അത് അറബി പദ്യത്തിലാ. വലം യഅലമു അന്നീ ഉസല്ലി ബിമക്കത യഖൂലു ലി മാ ഹാദാ. യഖൂലു അവർ ചോദിക്കുന്നു, ലീ എന്നോട്, മാ ഹാദാ തറക്ത സ്വലാത്തക, മുഹമ്മദ് മുഹീദ്ദീൻ ശൈഖേ എന്താണ് നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കുന്നത്? മറുപടി പറയാ. എന്താ മറുപടി? വലം യഅലമു അന്നീ ഉസല്ലി ബിമക്കത, ഞാനങ്ങ് മക്കയിൽ നമസ്കരിക്കല് അത് ഇവർക്കുണ്ടോ? അറിയണുണ്ടോ? ഇവർക്ക് അറിയണുണ്ടോ? മുഹീദ്ദീൻ ശൈഖ് തിരിച്ചു വെച്ചു. നമ്മുടെ നാട്ടിൽ ഔലിയ ഇങ്ങനെ നിൽക്കുമ്പോ എന്താ ഔലിയ സുഹൃ നിസ്കരിക്കാതെന്ന് ചോദിച്ചാല് ഞാൻ മക്കത്താണോ മുഹീദ്ദീൻ ശൈഖ് അങ്ങനെയാണെന്ന് പറഞ്ഞാല് മിണ്ടാൻ പറ്റുമോ? മിണ്ടാൻ പറ്റുമോ? മാത്രമല്ല ഇവനെന്താ ഇത്രയും കാലം പ്രചരിപ്പിച്ചത്? ഔലിയാക്കം പറഞ്ഞു വെച്ചാൽ അവർക്ക് 40 അടിയെന്നല്ലേ പറഞ്ഞത്. 40 അടി അങ്ങനെ പറഞ്ഞതിന്റെ രസ, പറഞ്ഞു പരത്തിയതിന്റെ രസ. എന്ത് വഹാബി നിനക്കറിഞ്ഞുകൂടാ? ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ പോലെയൊന്നുമല്ലല്ലോ. ഇന്നൽ വലിയ യതശക്കലു ഫീ 40 ജിസ്മാ വഅലമൂ യാ ഉമ്മത മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഗ്ലാസും വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുടിക്കുക. കാര്യം എന്താ? കാര്യം വെച്ചാല് അപ്പോ
ആളുകൾ ഇങ്ങനെ സലാത്തല്ല കേട്ടോ വിചാരിച്ചെന്താ നബി പറഞ്ഞാന്നാ. വലമുമ്മത്ത് മുഹമ്മദ് കേട്ടപ്പോ ആളുകൾ ജനം വിചാരിച്ചെന്താ നബി പറഞ്ഞതാണിത്. നബി പറഞ്ഞതല്ല, നബി പറഞ്ഞൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? എന്താ ഈ പറഞ്ഞിട്ടം? ഇന്നൽ വലിയ ശക്കലുഫി അർബൈന ജിസ്മ, ഔലിയാക്കന്മാർക്ക് 40 അടി ഉണ്ട്. ഒരു തടി നമസ്കാരം, മറ്റേ തടി നോമ്പ്, വേറെ തടി സക്കാത്ത്, വേറെ തടി ഹജ്ജ്, വേറെ തടി ദിക്റിൽ തന്നെ, വേറെ തടി സുജൂദിൽ തന്നെ, അങ്ങനെ ഓരോ തടി ഓരോരുത്തടുത്താ. ഈ കാണുന്ന തടി തിരിഞ്ഞയുടെ തടി മാത്രം. എവിടെ കണ്ടാലും നിസ്കരിക്കുന്ന തടി നമ്മൾ കാണില്ല, നോമ്പ് നോക്കുന്ന തടി കാണില്ല, തിന്നണ തടി നമ്മൾ എല്ലായിടത്തും കാണില്ല അല്ലേ? ഈ നിലക്ക് 40 അടി കള്ളപ്രചരണം നടത്തില്ല. മുത്തുനബിക്ക് ഉണ്ടായിരുന്നില്ല 44 4 തടി മുഹമ്മദ് നബി ആയിരുന്നോ? ഇല്ല, മുഹമ്മദ് നബിക്ക് ഒരു തടി ഉണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖല്ലേ? നബിയെക്കാളും വലിയ ആളോ? ആണോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? 4 തടി മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. ഔലിയാക്കന്മാർക്ക് അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തുടങ്ങിയ ഔലിയാക്കന്മാർക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. ഇവര് കള്ളപ്പറഞ്ഞ് നടത്തി ഈ കൗമിനെ പറ്റിച്ചു. എന്നിട്ട് മുജാഹിദുകൾക്കെതിരെ കൂക്കി വിളിക്കാൻ പറഞ്ഞു, കല്ലെറിയാൻ പറഞ്ഞു. എന്താണെന്നറിയോ? ഈ തോന്നിവാസങ്ങൾക്കെതിരെ ശബ്ദിച്ചരൽ. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയാ എന്ത്? സ്കരിക്കാത്തവൻ ഔലിയല്ല, അവന്റെ പിന്നാലെ നിങ്ങൾ പോകണ്ട, പോകണം എന്നാ ശൈഖും പറഞ്ഞത്. തീർന്നില്ലേ? ഇതാരാന്നറിയോ? നമ്മുടെ മൂപ്പരാണ്. നല്ല കോട്ടൊക്കെ ഇട്ട് അല്ല തലക്കെട്ട് കെട്ടി ഒരു പേനെടുത്ത് കൈ പിടിച്ചിട്ട് ഫോട്ടോക്ക് പോസ് ചെയ്തിരിക്കണം. കയ്യിലൊരു പേനൊക്കെ പിടിച്ചൊരു ലുക്ക് വേണമല്ലോ. ഫോട്ടോ തട്ടിപ്പൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, സമയമില്ല, പിന്നീട് ഒരിക്കലും നമ്മൾ കാണിച്ചുതരാം. അപ്പൊ നോക്ക്, ഇങ്ങനെ വലിയ ശൈഖുനാന്റെ ഗ്ലാം ഫോട്ടോ ഒക്കെ കൊടുത്ത് പുറത്തിറങ്ങിയതാ. വിപുലീകരിച്ച കൽവത്തി ജുമാഅത്ത് പള്ളി ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് ഫ്രീ കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എപ്പോഴാണ് ഇറങ്ങിയത്? ഫെബ്രുവരി 2 വ്യാഴം. ഏത് ഫെബ്രുവരി? 2006 ഫെബ്രുവരി. 2006 ഫെബ്രുവരി ഈ മാസം പുറത്തിറങ്ങിയ പത്ര. ശൈഖുനാന്റെ ഫോട്ടോ കൊടുത്താൽ ഇപ്പൊ അവിടെ ഒരു പഴയ കബറുണ്ട്. ഇപ്പൊ ഈ അടുത്ത് അവിടെ ഇങ്ങനെ പ്രാന്തരം ഇങ്ങനെ കറങ്ങുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായതിൽ ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനെ കറങ്ങണ കണ്ടപ്പോ തന്നെ വിചാരിച്ച് മൂപ്പരെത്തിയിട്ടുണ്ട്. കാരണം ഒരു പഴയ കബറുണ്ട്, അതെങ്ങനെയെങ്കിലും ചുങ്കണം നമ്മുടെ കീഴിലാക്കണം എന്നാ. എന്നിട്ട് അതിന്റെ പേരില് പുറത്തിറങ്ങിയ സപ്ലിമെന്റ് ആയത്. ആ സപ്ലിമെന്റ് എന്താ? ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞു നോക്കൂ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ പലതരക്കാരാണ്. ശരീഅത്തിന്റെ നിയമങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ അവരിൽ പല കറാമത്തും കാട്ടുണ്ട്. എന്നാൽ മജ്ദൂബുകളാണ് മറ്റു ചിലർ. സാധാരണക്കാരന് ബാഹ്യദൃഷ്ടിയിൽ അവൻ ഭ്രാന്തന്മാരാന്നേ തോന്നൂ. പലപ്പോഴും ഇത്തരക്കാരിൽ നിന്നായിരിക്കും കറാത്തുകൾ കൂടുതൽ പ്രകടമാകുന്നത്. ഉണ്ടോ? കണ്ട ഭ്രാന്തരാന്നേ തോന്നുള്ളൂ, അവർക്കാണ് കൂടുതൽ കറാമത്ത്. അതൊരു മജ്ദൂബിന്റെ ഹാലിലാണ്. പേരോടോട് പ്രസംഗിച്ചൊക്കെ വെറുതെ ബെടായല്ലേ, കൈപിടിക്കണ്ട, മുത്തണ്ട, അസ്കരിക്കാത്തവനാണ്. അവർ മജ്ദൂബിന്റെ ഹാലിലാണോ? പറയാൻ പറ്റുമോ? ഇല്ല. ഇവർക്ക് തന്നെ ഇല്ല, ബോധമില്ല, ദീനുമായി ബന്ധമില്ല, ഇസ്ലാമുമായി ബന്ധമില്ല, ഖുർആനുമായി ബന്ധമില്ല. എന്താണെന്നറിയോ? ഓരോരുത്തർ ദീൻ തോന്നണ ദീൻ. ആരാണ് ഇവർക്ക് ഇതിന് യോഗ്യത ഒളിക്കിയത്, സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ഓരോരുത്തർ ദീനാ ആണോ? നിങ്ങൾ ആലോചിക്കണം. ഈ നിലക്കാ സഹോദരങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്നത്. എന്നിട്ട് കണ്ടകടച്ചാതി മുഴുവൻ ദുർവ്യാഖ്യാനിക്കുക. ആവശ്യത്തിനനുസരിച്ചുകൊണ്ട് ഓരോന്ന് തങ്ങൾക്ക് അനുകൂലമെന്തോ അതിങ്ങനെ വാദിച്ചും പറഞ്ഞും സമർത്ഥിക്കാൻ ശ്രമിക്കുക. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പച്ചയായി നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഞങ്ങൾക്കതിനെതിരെ ശബ്ദിക്കാതിരിക്കാൻ വയ്യ. പച്ചയായി നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, അത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊന്നല്ല. ഇവിടെ കാണിച്ചല്ലോ പേരോട്. എന്താ പേരോട് കാണിച്ചത്? കളവ് പറയൽ മത്സരം. ഞാനും ഒരു സ്ക്രീൻ കൊണ്ടുവന്നിട്ടുണ്ട്. മുജാഹിദിൽ തലയും പാലൊക്കെ മുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് സ്ക്രീനും കൊണ്ട് വരണ്ട, ജീവനോടെ വന്നാൽ മതി എന്ന് പറഞ്ഞ ആള് സ്ക്രീനും കൊണ്ട് വന്നത്. മൂപ്പരും കൊണ്ടുവന്നൊരു സ്ക്രീൻ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ മേടിപ്പിക്കും. പക്ഷെ ഇടാനൊന്നുമില്ല. ഇടില്ലേ? പയ്യന്നൂരും കൊണ്ടുവന്ന് വെച്ചു. അവസാനം പേരോട് കുത്തിയിട്ട് സാധനം പറ്റില്ല. അവസാനം സഹോദരങ്ങളെ ഈ രൂപത്തിൽ മൂപ്പര് സ്ക്രീനും മേടിച്ച് കൊണ്ടുനടക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നില്ലാത്തോണ്ടെന്നറിയോ? ഒരു കളവ് പറയൽ മത്സരം. കണ്ടോ, സോപ്പും പെട്ട് കിട്ടിയാണ്, ഞാൻ കാണിച്ചു തരാ എന്ന് വന്നിട്ട്. മൂപ്പര് പണ്ട് കളവ് പറഞ്ഞിട്ട് അത് തന്നെ പറഞ്ഞിരുന്നത്. മൂപ്പര് കളവ് പറഞ്ഞിട്ടാണ് കളവ് പറയൽ മത്സരം ഇവിടെ കാണിച്ചിരുന്നത്. കാരണം മൂപ്പര് പറയാണ്, പയ്യന്നൂർ കാസറ്റ് ഞങ്ങളിലുണ്ട്, നിഷേധിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കും. മൂപ്പര് പറയാണ്, എന്താണെന്നറിയോ? ഞാൻ അങ്ങ് വാഴക്കാട്ട് പോയി പ്രസംഗിച്ചു.
പ്രസംഗിച്ചപ്പോ ഞാനിതാ വായിച്ചങ്ങ് പറഞ്ഞു. ഇതിൽ കളവ് പറയൽ മത്സരം നടത്തിയ വിവരം ഞാനങ്ങ് പറഞ്ഞപ്പോ നമ്മുടെ SSFന്റെ കുട്ടികൾ പോയി. എങ്ങോട്ട് പോയി? SSFന്റെ കുട്ടികൾ പോയി നേരെ ആ മൗലവി ഒന്ന് ഇന്റർവ്യൂ നടത്തി. SSFന്റെ കുട്ടികൾ പോയി ഇന്റർവ്യൂ നടത്തിന്. അങ്ങനെ ഇന്റർവ്യൂ നടത്തിയപ്പോ മൗലവി സോപ്പും പെട്ടിയൊക്കെ എടുത്ത് കാണിച്ചു, കളവ് പറയൽ മത്സരമൊക്കെ എടുത്ത് കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞ ആ സമയത്ത് വളരെ വ്യക്തമായി മൗലവി പറയുന്ന ഭാഗം ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാനിതിവിടെ കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ അന്ന് കാണിക്കാൻ പറ്റിയില്ല. കാര്യം ഞാനിടക്ക് സമയം തീർന്നുപോയി. രണ്ട് കാര്യം മുന്നിലുള്ളത്, ഒന്നിത് കാണിക്കുക, മറ്റൊന്ന് പിരിക്കുക. ഇത് കാണിച്ചാൽ പിരിക്കാൻ പറ്റൂല, പിരിച്ചാൽ ഇത് കാണിക്കാൻ പറ്റൂല. അപ്പോ പേരോട് എന്തെറിയോ ഇത് ആ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് അതങ്ങനെ കണ്ടവരൊക്കെ അവിടെ നിന്ന് കണ്ടോ, പിരിവ് തരാനവരൊക്കെ ഇങ്ങോട്ട് വരുമോ. അങ്ങനെ ഒരു കൗമിനെ കാണാനും വിട്ടു, മറ്റേ കൗമിനെ എന്തെങ്കിലും പിരിക്കാനും വിട്ടു. അങ്ങനെ പിരിവ് കഴിഞ്ഞ ആൾക്കാർ അങ്ങോട്ട് പോയി കാണുക, ബാക്കിയുള്ളവരൊന്ന് സംഭാവന തരിക. ഈ നിലക്കാക്കി ഇവിടെ ഇത് കാണിച്ചാലോ. അന്ന് പേരോട് ആ നുണ പറഞ്ഞപ്പോ SSFകാരൻ ഇന്റർവ്യൂ നടത്തി ഇറക്കിയതാണത്. ആ നുണ പറഞ്ഞപ്പോ ഞങ്ങൾ കൊണ്ടുവന്നു അയാളെ. ആ മൗലവി കൊണ്ടുവന്ന് സ്റ്റേജ് കയറ്റിയിട്ട് പറയാൻ പറഞ്ഞു, ആരാ അത് ഇറക്കിയത്? SSFകാർ ഇന്റർവ്യൂ നടത്തിയാണോ? ആണോ? അല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇറക്കിയതാണ്. ISMന്റെ കുട്ടികൾ ഇറക്കിയതാക്കി CD. എന്നിട്ട് SSFന്റെ കുട്ടികൾ ഇറക്കിയത്. SSFന്റെ അല്ല, ISMന്റെ കുട്ടികൾ ഇറക്കി. ആ മൗലവിയെ കൊണ്ട് പറയിച്ചു. മാത്രമല്ല അതിൽ കാണാം ആരാ ഇന്റർവ്യൂ ചെയ്യുന്നത്, ആരാ ഇന്റർവ്യൂ ചെയ്യുന്നത്. അങ്ങനെ കളവ് പറയൽ മത്സരം ഇവിടെ നടത്തിയപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിന് അകത്ത് നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു, പറ്റില്ല, പറ്റില്ല. അവിടെ കക്ഷി വ്യത്യാസമൊന്നുമില്ല, അവിടെ കക്ഷി വ്യത്യാസമില്ല. ആരധർമ്മം ചെയ്താലും തോന്നിയാസം ചെയ്താലും ശക്തമായി തീർക്കില്ലേ. അതിന്റെ പേരിൽ എത്രയോ പ്രയാസം മുജാഹിദ് പ്രസ്ഥാനം സഹിക്കേണ്ടി വന്നു, സഹിച്ചില്ലേ. മുജാഹിദ് പ്രസ്ഥാനത്തിന് ചരമക്കോളം തീർത്തവരില്ലേ ഇവിടെ. ഇത് അവസാനിക്കുമെന്ന് വിചാരിച്ചോ ആരെങ്കിലും? വിചാരിച്ചോ? ഇല്ല. കാരണം ഇത് നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വേണ്ടി, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്. അതേ നിങ്ങൾക്ക് അങ്ങനെ കളവ് പറയൽ മത്സരം കാണിച്ചിട്ട് നമ്മൾ പിടിച്ചാടത്രേ. ആര് മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി തന്നെ അക്കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളുണ്ട്. സാങ്കേതികത്വത്തിന്റെ പിന്നാലെ പാഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പത്തിലാക്കാനല്ല. കൗമ് വളരെ തുച്ഛമായ ആയുസ്, ആ ആയുസ്, തുച്ഛമായ ആയുസ് മരിക്കുന്നതിനുള്ളിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അത് മനസ്സാക്ഷിയെ അംഗീകരിപ്പിച്ച്, അത് ഉറപ്പിച്ച്, ജീവിതത്തിൽ അത് കൊണ്ടുവന്ന് പ്രകടിപ്പിച്ച് ജീവിച്ച് ഇഹലോകത്തുനിന്ന് യാത്രയാകാൻ തയ്യാറുള്ളൊരു കൗമിനെ ഉണ്ടാക്കേണ്ട ബാധ്യത അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഏറ്റെടുത്തത് അല്ലേ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ചത് കൊണ്ടോ, ഇവിടെ ഒന്ന് പറഞ്ഞ്, പുസ്തകത്തിൽ വേറൊന്ന് പറഞ്ഞ്, ലേഖനത്തിൽ വേറൊന്ന് പറഞ്ഞ്, ശൈഖുനെ വേറൊന്ന് പറഞ്ഞ്, ആ നിലക്കൊന്നും അല്ല. മനസ്സിലായില്ലേ? ഞാൻ വെറുതെ പറയല്ല. പറഞ്ഞില്ലേ, ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ഔലിയാക്കന്മാരെ കുറിച്ചുള്ള സങ്കല്പം തന്നെ തെറ്റി. ഔലിയാക്കന്മാരെ കുറിച്ചുള്ള സങ്കല്പം തന്നെ തെറ്റിയില്ലേ അല്ലേ. ഇപ്പോൾ ഔലിയാക്കന്മാർ എത്രയുണ്ട്? എത്രയോ ഔലിയാക്കന്മാർ ഇന്നില്ലേ. ആൾക്കാർ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ധാരണ വെച്ചുകൊണ്ട് പോകുന്നു ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക്. എത്രത്തോളം വലിയ ഹുഷു. ഞാൻ എടുത്ത ആ ഔലിയയെ കുറിച്ചുള്ള റിപ്പോർട്ട് ഞാനതിങ്ങനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഔലിയാക്ക് എന്താ പ്രത്യേകം അറിയോ? മൂപ്പിൽ വല്ല സൂക്ഷ്മതയെ. ചിലപ്പോൾ 2 മാസമൊന്നും ഭക്ഷണം കഴിക്കൂല. ചില ഔലിയാക്കന്മാർ അങ്ങനെയല്ല, ഭക്ഷണം കഴിക്കാത്ത ഔലിയാക്കന്മാരുണ്ട്. വല്ലാത്ത സൂക്ഷ്മത ആ വിഷയത്തിൽ. അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത ഔലിയ ആ സൂക്ഷ്മത പ്രത്യേകിച്ച് മൂപ്പര് നിസ്കരിക്കില്ല. മൂപ്പര് വരണേ നിസ്കരിക്കാന്ന് മൂപ്പര് തയ്യാറല്ല, നോമ്പ് നോക്കൂല, ഭക്ഷണം കഴിക്കില്ല, ബിൽസ് കിട്ടിയ സുഖമാണ്, ബിൽസ് മതി. മനസ്സിലായില്ലേ? അങ്ങനെ ഔലിയ. പക്ഷെ ഔലിയ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം ചോദിച്ചപ്പോൾ ഔലിയ പറഞ്ഞതറിയും. നിങ്ങൾ കേട്ടോ? ഔലിയ പറയട്ടെ. ഭക്ഷണമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കഴിച്ചൂടെ? അതോ, നമ്മളെ വലത്തെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചു ഇല്ലേ? ആ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചുമ്പോ തെങ്ങ് അതിന്റെ ഓലക്കടി വിഗും. വീണ വട്ടയിൽ നമുക്ക് പച്ചപ്പട്ട എടുത്തിട്ട് കത്തിച്ചാൻ പറ്റില്ല, അത് ഉണങ്ങി വിഗും. ചിലപ്പം വാസുവാക്യ മൂത്തറ്റൽ വിൽക്കും, ഇല്ലെങ്കിൽ മയമ്മ വാക്യ മൂത്തറ്റൽ വിൽക്കും. അത് ഈ കൈ കൊണ്ട് എടുത്തിട്ട് അത് എല്ലാം പറ്റും. ഈ അടുപ്പിലിത് കത്തിച്ചുമ്പോ ഈ ഓലക്കടി 4 വട്ടം നീക്കും.
അപ്പ കൈ വൃത്തിയാക്കി. ഞങ്ങളെ കൈമ ഈ ചരട് മന്ദിരിച്ചണ നേരത്തും വെള്ളം മന്ദിരിച്ചണ നേരത്തും ജിൽമക്കൾ വന്ന് തൂങ്ങണ നേരം. അപ്പൊ ഇതാണ് ചെന്നാല് നമ്മള് എണ്ണ തേച്ചല്ലോ, എണ്ണ തേച്ചിട്ട് നല്ല ചന്ദ്രിക സോപ്പ് തേച്ചാൽ ആ എണ്ണടും തുള്ളിയില്ലല്ലോ, അതേ വരുത്ത് അതുകൊണ്ടാ വെച്ചുണ്ടാക്കലും. ഔലിയാന്റെ സൂക്ഷ്മത ഭയങ്കര. ഇപ്പൊ വിലയില്ലാന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, തട്ടാൻ കാത്തിരിക്കാണ്. ബടിയായി അപ്പ പൊങ്ങും, മനസ്സിലായില്ലേ? ആ സൈസ് സാധനം ഇത്, വെറുതെ അല്ല, മനസ്സിലായില്ലേ? മൂപ്പര് പറയാ എന്നറിയോ, നിസ്കാരമില്ല ഓമ്പൊന്നുമില്ല, ഒക്കെ മൂപ്പര് വരണ്ട്. പക്ഷെ മൂപ്പര് നിൽക്കറിയ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം പറയാ. ചിലപ്പോ കേട്ടില്ല നിങ്ങള്, വാസുവാത്യ മൂത്രത്തിൽ വിടുന്നു. എന്ത് ഓലമടല്ലേ, അത് വെച്ച് ഭക്ഷണം ഉണ്ടാക്കിയാൽ എതിർക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ കയ്യിലൊക്കെ നജസാവൂലേ, അത്ര സൂക്ഷ്മതയാ, തക്വയാ. അങ്ങനെ ഈ രൂപത്തിൽ തക്വയുള്ള ഈ ശൈഖിന്റെ അടുക്കൽ ആൾക്കാർ വരാണ്ട്. ആളുകൾ വേണം, നോക്കിക്കോ. നിങ്ങൾ പറയുന്നത് ഞാൻ വെറുതെ പറയണ്ട, വരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടോട്ടെ. ചിലപ്പോൾ പേരോട് തലങ്ങളിൽ നിന്നും ദുരിത നിവാരണാർത്ഥം ആളുകൾ എത്തുന്നു. ഏതുവിധ ബലാലു മുസീബത്തുകൾ, കൈവിഷം, മറ്റു കൂടിയ ആപത്തുകൾ, കൃഷി, കച്ചവടം ഇത്യാദി തൊഴിലുകളിലെ എല്ലാ ഹലാലായ മുറാദുകൾ, വിവാഹ സന്താന ഭാഗ്യങ്ങൾ, ഇവയ്ക്കൊക്കെ ഇവിടെ അള്ളാഹുവിന്റെ ശിഫ നേടിക്കൊടുക്കുന്നുവെന്ന് ദർഗാ ഷരീഫിന്റെ പ്രസ്താവന അവകാശപ്പെടുന്നു. പ്രാർത്ഥനയും തകിടെഴുതലും മന്ത്രിക്കലുമാണ് ചികിത്സാവിധികൾ. ഗൾഫ് പ്രവാസികളുടെ ആഗ്രഹ നിവൃത്തികളും മസ്താൻ നിറവേറ്റുന്നു. സഹോദരങ്ങളെ, അപ്പൊ ഭയങ്കര ആളാ. എല്ലാ ദുരിത നിവാരണവും ആവശ്യ നിർവഹണം ഒക്കെ നടത്തി കൊടുക്കും. ആരെന്തു എന്ന് പറഞ്ഞാൽ മൂപ്പര് സഹായിച്ചു കൊടുക്കും. അങ്ങനെ വല്ലാത്ത അത്താണി ആശ്രയ കേന്ദ്രമാണ്. അങ്ങനെ മൂപ്പരെല്ലാ നിലക്കും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കും. ആരെന്ത് പറഞ്ഞു വന്നാലും, ഏത് വിഷയനിവാരണമാണെങ്കിലും മറ്റതാണെങ്കിലും മറിച്ചാണെങ്കിലും കൈവിഷയാണെങ്കിലും കൂടുതലാണെങ്കിലും എല്ലാം ഒഴിവാക്കി കൊടുക്കും. അങ്ങനെ മറ്റു മൂപ്പർക്കൊരു അത്താണിയായിട്ട് തന്നെ വരയ്ക്കുക. ആ നാട്ടിലെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന ആളുവാ. പക്ഷെ മൂപ്പരന്റെ കാര്യം വല്ലാത്ത കഷ്ടത്തിലാ. മൂപ്പരുടെ ആഗ്രഹമൊക്കെ ഒരു നിവർത്തില്ല. അപ്പൊ മൂപ്പർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? മൂപ്പരോട് ചോദിച്ചു. മൂപ്പര് പറയാം ആഗ്രഹങ്ങളൊന്നുമില്ലേ? ആഗ്രഹങ്ങളുണ്ട്, 31 ആഗ്രഹങ്ങളുണ്ട്. അതെതൊക്കെയാണ് ഈ 31 ആഗ്രഹങ്ങൾ? 31. എന്റെ കുട്ടികളെ, എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടിന്റെ പേര് ആയിഷാബിയാണ്, രണ്ടാമത്തെ കുട്ടിന്റെ പേര് ഫാത്തിമത്ത് സൂറാബിയാണ്, ബീവിയാണ് രണ്ടും. അവരെ ഉന്നത്തോട് കൂടെ കല്യാണം കഴിച്ച് അവരും അവരെ പുതിയാപ്പിളയും കൂടി വരുന്ന് കണ്ടത് എനിക്ക് ബിരിയാണി നെയ്ച്ചോറും തിന്ന മട്ടാണ്. അതിനുള്ളൊരു ആശയാണ് എനിക്കാകെ ഉള്ളൊരു ആശ. സഹോദരങ്ങളെ, പാവത്തിന്റെ കാര്യം വല്ലാത്ത കഷ്ടാണ്. മൂപ്പര് എല്ലാവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. എല്ലാരും അങ്ങോട്ടല്ല, മൂപ്പരുടെ ആഗ്രഹം 31 ആഗ്രഹം, അതിലൊന്നേ പറഞ്ഞിട്ടുള്ളൂ മൂപ്പര്. അതിന്റെ അവസ്ഥ ഈ കാണുന്നത് ഇത്യാദിയാണ് എല്ലാം. ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇത് പൊങ്ങാനുള്ള സാധനമാണെന്ന്. എല്ലാം അങ്ങനെ തന്നെ. ഉള്ളാളം വലിയ ആളല്ലേ, മൂപ്പര ഉള്ളൂന്ന് പറഞ്ഞിട്ട്. ബാക്കിയൊക്കെ ഇല്ലാത്ത ആൾക്കാരതാ. മൂപ്പര ഉള്ളാളിങ്ങനെ പ്രസക്തി കിട്ടിയത്. മരണാനന്തരം ഉള്ളാളത്തിന് പേരും പ്രശസ്തിയും വർദ്ധിച്ചു. മരണാനന്തരം അങ്ങനെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ സാധുവിനെ വിളിച്ചു ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കാനോ, ഒന്ന് ആ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കാനോ, 2 ഗുളിക വാങ്ങി കൊടുക്കാനോ ഒരുത്തനും ഉണ്ടാവൂല. മരിച്ചു കഴിയുമ്പോഴോ ദീർഘയായി മക്ബറയായി, പിന്നെ വരുമാനത്തോട് വരുമാനം അല്ലേ? കവി പറഞ്ഞില്ലേ, അഹ്യാഉനാ ലാ തുർസഖൂന ബിദിർഹമിൻ വബിഅൽഫി അൽഫിൻ തുർസഖുൽ അംവാതു. എത്ര ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരാ, വിളിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കില്ല. നേരെ മറിച്ച് മരിച്ചു കഴിഞ്ഞാലോ ദർഗകളിലേക്ക് മക്ബറകളിലേക്ക് വബി അൽഫി അൽഫിൻ തുർസഖുൽ അംവാതു, 1000 കൊടുക്കും. 1000 മരിച്ചവർക്ക്. ജീവിച്ചിരിക്കണ മനുഷ്യന്മാരെ നോക്കൂല അല്ലേ? അപ്പൊ മൂപ്പരുടെ കാര്യം ഇതാ, മരിച്ചു കഴിഞ്ഞാൽ പേരുണ്ടാകാനുള്ള ആളാ. ഈ നിലക്ക് സഹോദരങ്ങളെ, മൂപ്പരുടെ ആവശ്യം നിറവേറൂല. ഞാൻ വെറുതെ അറിയില്ല. ഇത് ഒരു ഉദാഹരണം, ഞാൻ ജീവിച്ചിരിക്കുന്ന ഒന്ന് പറഞ്ഞതാ. ഇത് ജീവിച്ചിരിക്കുന്നതിന്റെ ഉദാഹരണം, ഇത് മരിച്ചതിന്റെ ഉദാഹരണം. ഇത് മരിച്ചതിന്റെ ഉദാഹരണം എവിടെയാണെന്നറിയാം? നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ പഠിച്ചവനെ, ജ്യോതിഷ കുടുംബവാർഷിക നാൾ, ജ്യോതിഷ കുടുംബവാസി. ഇതില് കുറെ ഉണ്ട്. ഒന്ന് പെൻഡുല ശാസ്ത്രപ്രകാരം വാഹനങ്ങൾ പരിശോധിക്കുന്നു. പിന്നൊന്ന് വിശ്വപ്രസിദ്ധമായ ഉള്ളാൾ ഉറൂസ്.
പിന്നെ സൗജന്യം തലക്കുറിക്കുള്ള കൂപ്പൺ, സൗജന്യം കിട്ടിയത് വാങ്ങിയാൽ തലക്കുറിക്കുള്ള കൂപ്പൺ സൗജന്യം കിട്ടും. തുറന്ന് ഫസ്റ്റ് പേജ് നോക്കുമ്പോൾ തന്നെ ബർക്കത്താണ്. നമ്മുടെ കൃഷ്ണചേട്ടൻ ഓടക്കുഴലുമായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാത്തിനും ഉണ്ടൊരു കാലം ടൈറ്റില്. അപ്പം ആ അനുഗ്രഹീതമായി ബർക്കത്തൊക്കെ കിട്ടിയിട്ടാണ് അകത്തേക്ക് കയറല്. മനസ്സിലായില്ലേ? അങ്ങനെ ഇതങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, മുജാഹിദിനെ എതിർക്കണം. മുജാഹിദിനെ എതിർക്കാനേ അങ്ങനെ ലേഖനം എഴുതിയിട്ട് മൂപ്പര് ഉള്ളാൾ ഉറൂസിനെ കുറിച്ച് പറയാം. അതിന്റെ പവിത്രതയും അതുപോലെ തന്നെ അതിന്റെ മഹത്വമൊക്കെ പറയാം. നോക്കൂ, അനാഥകൾക്കും അഗതികൾക്കും മുഹമ്മദ് ഷരീഫുൽ മദനി തങ്ങൾ ആശ്രയമായി, തങ്ങൾ ദരിദ്രരുടെ അഭയമായി, അജ്ഞതക്കും അനാചാരത്തിനും സത്യനിഷേധത്തിന് തങ്ങളുടെ സാന്നിധ്യം വിരാമമായി, പൂർണ്ണ ത്യാഗത്തിനും വിലാഹിച്ചിന്തരമായി കഴിച്ചുകൂട്ടിയ മുഹമ്മദ് ഷരീഫ് മദനി എല്ലാവർക്കും അഭയവും അത്താണിയുമായി. അങ്ങനെ മൂപ്പരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് മൂപ്പര് അങ്ങനെയാണ് ഇങ്ങനെയാണ്, മൂപ്പരാൽ ആവശ്യം നിറവേറുന്ന ഒരുപാട് കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ വരുന്ന ആളുകൾക്ക് സന്താനങ്ങളെ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ നേർച്ചയാക്കുന്നവരുടെ രോഗം മാറുന്നുണ്ട്. അങ്ങനെ 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 പറഞ്ഞ് അവസാനം ഇതിൽ പറയാണ് എന്താണെന്നറിയോ, ഈ പറഞ്ഞ ആളുണ്ടല്ലോ ഉള്ളാൾ തങ്ങൾക്ക് അള്ളാഹു സന്താന സൗഭാഗ്യം നൽകിയിരുന്നില്ല. മൂപ്പരെല്ലാവർക്കും മക്കളെ കൊടുക്കല, ജാർത്തി എഴുന്നവർക്കൊക്കെ മക്കളെ കൊടുക്കല്. മൂപ്പർക്കൊരു മകൻ ഉണ്ടായിരുന്നില്ല, മകൾ ഉണ്ടായിരുന്നില്ല. ഇത് നോക്ക് നിങ്ങൾ, എവിടെ എഴുതിയത്? നാളിലെ ജ്യോതിഷ കുടുംബമാസികയിൽ കറാമത്ത് എഴുതിയ. എന്നിട്ട് അതിൽ പറയുന്നുണ്ട് പുത്തംവാദികൾ, മറ്റേവാദികൾ, ഇർച്ചവാദികൾ, അതേ മുജാഹിദുകൾ, ജമാഅത്തുകാർ, നൂതനവാദികൾ, അവരൊന്നും അടുക്കാൻ പാടില്ല, അവരോട് പറയുന്നത് വിശ്വസിക്കാൻ പാടില്ല എന്ന് റംലിമാം, മറ്റേമാം, അർച്ചിമാം ആ കിതാബിൽ ഈ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ കിതാബിൽ പറയാം. നിങ്ങൾ നോക്കൂ, ആ കിതാബിൽ ഈ കിതാബിലൊക്കെ ഉള്ളത് ഈ കിതാബിൽ എഴുതി ഉദ്ധരിച്ചു അല്ലേ? ഈ നിലക്ക് സഹോദരങ്ങളെ ദുർവ്യാഖ്യാനങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ ആയിട്ട് ഈ ആളുകൾ ഊരിടുന്നത് എന്തിനാണെന്നറിയോ? ഒന്ന് കക്ഷി താല്പര്യം, രണ്ട് ഐഹിക ലോകത്തെ സുഖജീവിതം. ഈ ലോകത്തെ സുഖജീവിതം ഈ മുസൽമാന്റെ വിശ്വാസികളുടെ വിശ്വാസം പോക്കറ്റടിച്ച് ഇവിടുത്തെ പൗരോഹിത്യം തഴച്ചു വളരുകയാണ്. അതിന് പ്രസിദ്ധി ഇല്ലാത്തത്, അറിയപ്പെടാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഈ സമുദായത്തിന്റെ മുന്നിൽ തോന്നിവാസങ്ങൾ പുലമ്പി ഈ സമുദായത്തെ നാശത്തിലേക്ക് നയിക്കുക എവിടെയായിരുന്നാലും. അല്ലാതെ ഇതുകൊണ്ട് ഗുണമില്ല പരലോകത്ത്. റബ്ബിന്റെ അടുക്കലുള്ള നേട്ടമെന്നല്ല, ഒരു വിഭാഗത്തിന്റെ ഉദരപൂർത്തീകരണം, അതിനപ്പുറമൊന്നുമില്ല അല്ലേ? ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് പലപ്പോഴും. എനിക്കറിയാം ഈ മുസ്ലിയാക്കന്മാരെ, കാരണം ഒരു മുസ്ലിയാർ കുടുംബത്തിൽ ജനിച്ചവനാണ് ഞാൻ. മാത്രമല്ല വളരെ ചെറുപ്പം മുതൽ പല മുസ്ലിയാക്കന്മാരുടെ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിയുവാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ മുസ്ലിയാക്കന്മാരെ കേറ്റെങ്ങനെയാണെന്നറിയോ? ഒന്നില്ല. നിങ്ങൾക്കറിയോ, കേരളത്തിൽ അറിയപ്പെടുന്ന പല മുസ്ലിയാക്കന്മാർക്കും ഇപ്പൊ എന്താണെന്നറിയോ, നിങ്ങൾ കാണുന്നത് പോലൊന്നല്ല. ഈ സംഭാവന ചുമ്പാവനൊക്കെ നിങ്ങളോട് ചോദിക്കണ്ടെങ്കിലും ബമ്പം മുതലാളിമാരാ, ബിനാമി ഇടപാടുകൾ നടത്തുന്ന ആൾക്കാരാണ്. സൂപ്പർ മാർക്കറ്റുകൾ, എവിടെ? വിദേശങ്ങളിൽ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്ന മുസ്ലിയാക്കന്മാർ. സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്ന മുസ്ലിയാക്കന്മാരെ ചില വിചാരിക്കും അസൂയ കൊണ്ട് പറയുന്നു. എന്തേ, ഞങ്ങൾക്കും ആകാം, ഒരു ചെലവില്ല. ഈ സമുദായത്തെ ഞെക്കിപ്പിഴിഞ്ഞിട്ട് ഈ സമുദായത്തെ തോന്നിവാസങ്ങൾ പഠിപ്പിച്ച് ഈ സമുദായത്തെ പ്രലോഭിപ്പിച്ച് ഈ ജനങ്ങളുടെ പോക്കറ്റടിക്കാൻ ഈ മുസ്ലിയാക്കന്മാരെക്കാൾ വാഗ്ദാനമുള്ളവരാ ഞങ്ങള്. അറിയോ, ഇതേ താളുണ്ടല്ലോ, അങ്ങ് നേരെ ചവിട്ടി മാറ്റിയാൽ മതി. ഈ താളം മാറിയാൽ മതി. ആ താളം മാറുമ്പോ ജനങ്ങളുടെ പോക്കറ്റ് പിഴിഞ്ഞ് സമ്പാദിക്കാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പടച്ചവന്റെ അടുക്കൽ രക്ഷയില്ല. സൂപ്പർ മാർക്കറ്റുകൾ, ആ ചാക്കെടുത്ത് നടന്ന മുസ്ലിയാക്കന്മാരെ ഇതൊക്കെ അറിയോ? ഓതാൻ പൈസ ഇല്ലാതെ, പണമില്ലാതെ ചാക്കുണ്ടല്ലോ, പഴയ ചാക്ക്, ആ ചാക്ക് എടുത്ത് വിറ്റ് കാശ് വാങ്ങി ജീവിച്ച മുസ്ലിയാക്കന്മാരെ ഇവരൊക്കെ. മനസ്സിലായോ? എന്തേ ഇവർ ഈ ദേവാരംഗത്ത്, ദീനീ ദേവാരംഗത്ത് നിന്നപ്പോ ഇവർക്ക് എങ്ങനെ ഉണ്ടായത്? എങ്ങനെ ഇവർ വാരിക്കൂട്ടിയത്? എങ്ങനെ? ഈ സാധാരണക്കാരന്റെ പോക്കറ്റടിച്ച് വിദേശങ്ങളിൽ വമ്പൻ സൂപ്പർ മാർക്കറ്റുകൾ നിഷേധിക്കാൻ പറ്റുമോ? ഇവരൊക്കെ നിൽക്കുമ്പോ സാധാരണക്കാരൻ വിചാരിക്കും വലിയാണ്, കറാമത്താണ്. ആ കറാമത്താണ് വമ്പൻ ബിനാമി ഇടപാടുകൾ. നമ്മൾ വെറുതെ ഒന്നറിയാതെ പൊട്ടനെ പോലെ ഇങ്ങനെ ഇടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അന്വേഷിക്കണം. കാര്യം എന്താ? ഒന്നും ബോധിപ്പിക്കണ്ടല്ലോ ആരെയും. ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവിടെ ഒരു കച്ചവടം നടത്തും. ഇന്ത്യ രാജ്യത്ത് ഒരു കച്ചവടം നടത്തണമെങ്കിൽ കണക്ക് കൊടുക്കണം. വാറ്റ്, മറ്റത് മറിച്ചത്, അങ്ങനെ ഒരുപാട് കണക്ക് കൊടുക്കണം. വരുമാന സ്രോതസ് കാണിക്കണം.
ചെലവാക്കിയത് എവിടെയെന്ന് കാണിക്കണം, ടാക്സ് കൊടുക്കണം, ഇല്ലെങ്കിൽ പൊക്കും അല്ലേ? പക്ഷേ ഇത്തരത്തിൽ ജാറങ്ങൾ, ദർഗകൾ, മക്ബറകൾ ഇത്തരത്തിലുണ്ടാകുന്ന വരുമാനങ്ങൾക്ക് വല്ല കണക്കുണ്ടോ? വല്ല ടാക്സ് ഉണ്ടോ? വാച്ചുണ്ടോ? ഒരു ചെലവില്ല, ആർക്കും കണക്ക് ബോധിപ്പിക്കണ്ട. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ, ഇതിന്റെ മറവിൽ കോടികൾ സമ്പാദ്യമുണ്ടാക്കുന്ന കള്ളന്മാർ, ദുഷ്ടരാക്കുള്ളവർ ഇവിടെയുണ്ട്. അവർ സമ്പാദിച്ചു കൊള്ളട്ടെ, ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നമില്ല. ഏതെങ്കിലും തോടുമാർക്കും ഏതെങ്കിലും കാന്തപുരാദികൾക്കും ഏതെങ്കിലും മൊല്ലമാർക്കും മുസ്ലിയാക്കന്മാർക്കും എവിടെയെങ്കിലൊക്കെ ബിനാമി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തിനാ? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഈ സമുദായത്തെ, ഈ മുസ്ലിം ഉമ്മത്തിനെ ചൂഷണം ചെയ്യരുതെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഈ മുസ്ലിം ഉമ്മത്തിനെ അതിനെ കരുവാക്കരുത്. വിശുദ്ധ ഇസ്ലാമിനെ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അതിനെ കരുവാക്കരുത്. അതിനുവേണ്ടി കരുവാക്കരുത്. നിങ്ങളുടെ സ്വാതാല്പര്യങ്ങൾക്ക് വേണ്ടി അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ വിട്ടോളൂ, നിങ്ങളിതങ്ങ് വിട്ടോളൂ. നിങ്ങൾ ഈ ദീനിന്റെ മറവിൽ, മുസ്ലിം ഉമ്മത്തിന്റെ മറവിൽ നടത്തുന്ന ചൂഷണം അത് സമ്മതിക്കില്ല, അത് ഞങ്ങൾ അനുവദിക്കില്ല. ഇസ്ലാം മതത്തെ ചാക്കിലാക്കിയിട്ട് അത് വിറ്റ് കാശാന്ന് വിചാരിച്ചില്ല ആരായിരുന്നാലും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളാ കഴിയുന്ന എന്തെല്ലാം ശക്തി ഉണ്ടോ അത് കൊണ്ട് ഈ സമുദായത്തിന്റെ മുന്നിൽ നിങ്ങളുടെ കള്ളത്തരങ്ങൾ നിങ്ങൾ തുറന്നു കാണിക്കും. ഇൻഷാ അല്ലാഹ് വെറുതെ പറയല്ല, നല്ല ആലോചനയോടുകൂടി, ബോധത്തോടുകൂടിയാ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഈ നിലക്ക് എത്രയോ ആളുകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. സാധുക്കൾക്ക്, സാധാരണക്കാരിതൊന്നും മനസ്സിലാകുന്നില്ല. ഈ സമുദായത്തെ കൊണ്ട് തോന്നിയാസങ്ങൾ അല്ലേ, ഖബറിന്റെ പേരിൽ, ജാറത്തിന്റെ പേരിൽ എന്നിട്ട് ഒന്നും അറിയില്ല അത്രേ. കൗമിനെ വിളിക്കുകയാണ്, ഇവിടെയാണ് നല്ലത്, അവിടെയാണ് നല്ലത്, ഇവിടെയാണ് നല്ലത്, അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും എന്ന്. എന്നിട്ട് അള്ളാഹ്ക്ക് അർപ്പിക്കേണ്ട തവാഫ്, അള്ളാഹുവിന് സമർപ്പിക്കേണ്ട തവാഫ്, റബ്ബിനർപ്പിക്കേണ്ട സുജൂദ് ഈ ഖബറിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഈ കൗമിനെ കൊണ്ട് ചെയ്യിക്കുന്നവർക്ക് ന്യായമുണ്ടോ? റബ്ബിന്റെ അടുക്കൽ ന്യായമുണ്ടോ? ഞാൻ വെറുതെ പറയണ്ടല്ലോ, വെറുതെ പറയില്ല. നിങ്ങൾ നോക്കൂ, വളരെ വ്യക്തമായി കഅബക്ക് സമർപ്പിക്കേണ്ട തവാഫ് ഖബറിന് സമർപ്പിക്കുക. സൂറത്ത് തൗബ 34. സത്യവിശ്വാസികളെ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. പൗരോഹിത്യം എത്രയെത്ര ആചാരങ്ങളുടെ പേരിലാണ് ഇന്ന് അന്യായമായി ജനങ്ങളുടെ മുതൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ സൂചിപ്പിച്ച ഒന്നാമത്തെ ഗുണവിശേഷം. ഇന്ന് സമുദായത്തിലെ പൗരോഹിത്യത്തിന്റെ വാദം വിചിത്രമാണ്. അള്ളാഹുവിന് നേർക്കുനേരെ പ്രാർത്ഥിക്കുന്നവർ ഇബ്ലീസിന്റെ വക്താക്കളും, ഇടയാളന്മാർ മുഖേന തേടുന്നവർ നേർമാർഗികളും. ഫലത്തിൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച പൗരോഹിത്യത്തിന്റെ രണ്ടാം സ്വഭാവം, അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന സ്വഭാവം. സമുദായത്തെ മൂല്യച്യുതിയിൽ തള്ളിവിടുന്ന ഫത്വകളുമായി കടന്നുവരുന്ന ഇത്തരം പണ്ഡിതന്മാരിലേക്ക് ഉറ്റുനോക്കുന്ന വരുംകാല സമുദായത്തിന്റെ ഗതി അത്യന്തം ദയനീയമായിരിക്കുമെന്ന യാഥാർത്ഥ്യം നമ്മെ കൂടുതൽ അലോസരപ്പെടുത്തുന്നു. പൂർവികരായ സമസ്ത പണ്ഡിതർക്ക് കേട്ടുകേൾവിയും പരിചയവുമില്ലാത്ത കുറെ നൂതന വാദഗതികളുമായി ഈ അടുത്ത കാലത്ത് രംഗപ്രവേശനം ചെയ്ത അഹ്സനി സഖാഫി കാമിലികൾ ഇന്നത്തെയും വരാനിരിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെയും ദുരന്തമാണ്. കാരണം നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ പോലും ചെയ്യാത്ത വിധം വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെപ്പോലും ഹീനമായി മാറ്റിത്തിരുത്തി തങ്ങളിലെ ദുർബല വാദഗതികളെ ന്യായീകരിക്കാൻ അവർ രാഷ്ട്രം കാണിക്കുന്നു എന്നതാണ് ഇവരിലെ പ്രത്യേകത. ഇജ്തിഹാദിന്റെ വാതായനം കൊട്ടിയടച്ചെന്ന് വാദിച്ചിരുന്നവർ ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഒറ്റയാനെപ്പോലെ ചിഹ്നം വിളിക്കുകയാണിന്ന്. നിങ്ങൾ വളരെ വ്യക്തമായി കണ്ടു കഴിഞ്ഞു, വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഖബറിന് തവാഫ് ചെയ്യുന്ന മനുഷ്യന്മാർ, ഖബറിന് സുജൂദ് ചെയ്യുന്ന മനുഷ്യന്മാർ, ഇവരോട് അരുതേ എന്ന് പറയാൻ ഒരുത്തനില്ല. ആരെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാലോ, ഓ സുന്നത്യമാത്തി നോട്ട് മാറി നിൽക്കണം അത്രേ, സുന്നത്യമാത്തല്ലത്രേ, അവന് മറുപടി കണ്ണന പ്രസംഗം. ഈ കൗമിന്റെ നാശം എവിടെയായിരിക്കും? ഈ കൗം അവസാനിക്കുന്ന എവിടെയായിരിക്കും? അള്ളക്കർപ്പിക്കേണ്ട, പടച്ചുവരർപ്പിക്കേണ്ട തവാഫ് പോലും ഖബറിനടുക്കിലേക്ക് മാറ്റി അല്ലേ? പള്ളിയിലേക്ക് കയറുമ്പോ നേരെ കയറുന്നവൻ ഇറങ്ങുന്നോ നേരെ ഇറങ്ങിപ്പോരും അല്ലേ? എന്നാൽ ഖബറിലേക്ക് പോകാനോ പുറകോട്ട് ഏതാണ്ട് റിവേഴ്സ് എടുക്കണ പോലെ ബസ് ലോറിയൊക്കെ മൂപ്പരിങ്ങനെ പുറകോട്ട്. എന്താ തിരിയാൻ പാടില്ല, പൃഷ്ഠം ഖബറിന് നേരെയാകാൻ പാടില്ല എന്ന് പോലും വിശ്വസിച്ചുകൊണ്ട് ഈ കൗമിനെ അത്രത്തോളം ആക്കിയിരിക്കുന്നു. ഇതൊക്കെ തികഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ നാടിന്റെ അവസ്ഥയാണ്, ഈ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയാണ്. ഈ ഉമ്മത്തിന്റെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരത്തിലുള്ള ഒരു ഉമ്മത്തിനെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, കാലം കുറച്ച് കഴിഞ്ഞാൽ
എന്റെ ഉമ്മത്ത് മാറും. എത്രത്തോളം മാറും? ഇസ്ലാം എത്രത്തോളം എത്തും? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറാ വഹിയ ഖറാബും മിനൽ ഹുദാ ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു. ഇസ്ലാം അതിന്റെ പേരിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു കാലം വരാനുണ്ട്. ഇസ്ലാമിന്റെ നാമങ്ങളെല്ലായിടത്തും ഉണ്ടാകും, പക്ഷെ മുസ്ലിങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഇസ്ലാം പേരൊതുങ്ങുന്ന കാലം വരാനുണ്ട്. വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. ആ കാലം വന്നു കഴിഞ്ഞാൽ ഖുർആനിന്റെ ലിപി അല്ലാതെ മറ്റൊന്നും ബാക്കിയാകില്ല. ഖുർആനിന്റെ ലിപിയുണ്ട്, ഖുർആനിന്റെ വ്യത്യസ്തമായ ഡമ്മികളുണ്ട്. പക്ഷേ ഖുർആൻ എന്താണ് എന്ന് ആളുകൾക്കറിയില്ല. ഖുർആനിന്റെ ആദർശം ജനങ്ങൾക്കറിയില്ല. ഖുർആന്റെ അർത്ഥം ജനങ്ങൾക്കറിയില്ല. അങ്ങനെ ഖുർആൻ ലിപിയിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു കാലം വരാനുണ്ട്. മസാജിദുഹും ആമിറാ. ആ കാലമങ്ങ് ആയിക്കഴിഞ്ഞാൽ അവർ പള്ളികൾ നന്നായി പരിപാലിക്കുന്നവരായിരിക്കും. പക്ഷേ വഹിയ ഖറാബും മിനൽ ഹുദാ. ആ പള്ളികൾ ഉണ്ടാകേണ്ട ഹിദായത്ത് ഉണ്ടാവില്ല. ഹിദായത്തിനെ തൊട്ട് പള്ളികൾ ഖറാബായിരിക്കും. കാലിയായി പോകുന്ന, ശൂന്യമായി പോകുന്ന ഒരു കാലം വരാനുണ്ട്. ഇങ്ങനെ ഇസ്ലാം പേരിലൊതുങ്ങുന്ന, ഖുർആൻ ലിപിയിലൊതുങ്ങുന്ന പള്ളികൾ അല്ലാഹുവിന്റെ ഹിദായത്തിനെ ഖറാബാകുന്ന കാലത്ത് അവരെ നന്നാക്കാൻ, അവരെ സംസ്കരിക്കാൻ അവർക്കിടയിൽ പണ്ഡിതന്മാരുണ്ടാവില്ലേ? അവർക്കിടയിൽ ഉലമാക്കന്മാരുണ്ടാവില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഉണ്ടാകും. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ്സമാ. അവർക്കിടയിലെ ഉലമാക്കന്മാർ, അവർക്കിടയിലെ പണ്ഡിതന്മാർ ശർറു മൻ തഹ്ത അദീമിസ്സമാ. ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നികൃഷ്ട ജീവികൾ അവർക്കിടയിലെ പണ്ഡിതന്മാരായിരിക്കുമെന്ന് അഷ്റഫുൽ ഹൽഖ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്ര വ്യക്തമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാലത്തിനനുസരിച്ചാ മുജാഹിദിൽ ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി ജനങ്ങൾക്ക്. ഇപ്പൊ ചെണ്ടമുട്ടും വാദ്യമേളൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിപ്പോ സ്വാലിഹായ നിലക്കുള്ള ഖബർ സിയാറത്തും സ്വാലിഹായ നിലക്കുള്ള പരിപാടികളും ഒക്കെയാണെന്ന് ചില ആൾക്കാര്. സ്വാലിഹായ നിലക്കുള്ള പരിപാടികളെ എന്താ അതിന്റെ പേരിൽ കവനൂരിൽ നമുക്കൊരു ദിക്ർ ഹൽക്ക, ഒരു സലാത്ത് ഹൽക്കൊക്കെ ആക്കിയ കുഴപ്പമില്ലല്ലോ. ദിക്ർ ഹൽക്ക, ചെണ്ടമുട്ടിന് പകരം ദിക്ർ ഹൽക്ക, കൊൾവിളിക്ക് പകരം സലാത്ത് ഹൽക്ക, അങ്ങനെ ആക്കാമല്ലോ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഓരോരുത്തർ തോന്നുന്നത് ഓരോന്നോ. ഇസ്ലാമിൽ ദിക്ർ ചെല്ലണമെന്ന് പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ റസൂല്? ദിക്ർ ചെല്ലണമെന്ന് പറഞ്ഞപ്പോ ദിക്റിന്റെ രൂപ റസൂൽ എന്ന് പറഞ്ഞു, ദിക്റിന്റെ കോലം റസൂൽ എന്ന് പറഞ്ഞു. സ്വലാത്ത് എന്ന് പറഞ്ഞപ്പോ സ്വലാത്ത് എങ്ങനെ ചെല്ലണമെന്ന് റസൂൽ എന്ന് പറഞ്ഞു. സ്വലാത്ത് എങ്ങനെ ചെല്ലണം, ദിക്ർ എങ്ങനെ ചെല്ലണം റസൂൽ എന്ന് പറഞ്ഞു. സ്വഹാബത്ത് റസൂൽ അല്ലാഹുവിന്റെ അടുത്ത് ദിക്ർ പഠിപ്പിച്ചു തരാൻ പറഞ്ഞപ്പോ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. അത് എണ്ണം പിടിച്ചെല്ലേണ്ടത് പറഞ്ഞു കൊടുത്തു. ഇത്ര എണ്ണം ചെല്ലണം. നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് 33 വട്ടം ചെല്ലാൻ പറഞ്ഞു. അത് 33 വട്ടം ചെല്ലണം. 34 ആർക്കും അവകാശമില്ല, 32 ആർക്കും അവകാശമില്ല. നമസ്കാരം കഴിഞ്ഞ് ചെല്ലാൻ പ്രകാരം കഴിഞ്ഞ് ചെല്ലണം. നമസ്കാരത്തിന് മുമ്പ് ചെല്ലാൻ പറ്റില്ല. കാര്യം അത് കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞാൽ അപ്പ ചെല്ലണം. ഈ നിലക്ക് സമയവും എണ്ണവും നിശ്ചയിച്ചുകൊണ്ട് പറഞ്ഞു തന്നതുണ്ട്, സമയവും എണ്ണവും നിശ്ചയിക്കാതെ റസൂൽ പറഞ്ഞു തന്നതുമുണ്ട്. ഇങ്ങനെയുള്ള ദിക്റുകൾ ഒരുപാടുണ്ട്. അപ്പൊ ദിക്ർ ഇസ്ലാമിലുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ ദിക്ർ വെച്ച് കാശാക്കാം, അത് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് നീക്കാം. അങ്ങനെ ചെണ്ടമുട്ടും കുഴവിളിയുമൊന്നും പോകാത്ത ഈ കാലത്ത് ദിക്ർ ഹൽക്ക നടത്തി നമുക്ക് പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, നിങ്ങൾക്കറിയോ ശ്രീ രവിശങ്കരനെ പോലുള്ള ആളുകള്, മാതാമൃതാനന്ദമയ്യെ പോലുള്ള ആളുകള്, പോട്ട പോലുള്ള കേന്ദ്രങ്ങള്, ധ്യാന കേന്ദ്രങ്ങള്, ആ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് ആളുകളേക്ക് വിളിച്ചുകൂട്ടുന്നു. എപ്പോഴാ? വിശുദ്ധ റമദാനിലെ 27 രാവിലെ, വിശുദ്ധ റമദാനിലെ 27 രാവിലെ ജനങ്ങളെയൊക്കെ ഇതാ വിളിച്ചുകൂട്ടുന്നത് എങ്ങോട്ടാണെന്നറിയോ? പാടത്തേക്ക് വരൂ, മജ്ലിസിലേക്ക് വരൂ. അവിടെ ഇതാ ലക്ഷങ്ങൾ പങ്കെടുക്കുന്നു. ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിക്കിട്ട് മുസ്ലിയാക്കന്മാരിതാ ദിക്ർ ചെല്ലുന്നു, പല കോലത്തിലുമുള്ള ദിക്റുകള്. എന്നിട്ട് രവിശങ്കറിന് പകരം, അമൃതാനന്ദമയ്ക്ക് പകരം അതിന് തത്തുല്യമായ തങ്ങൾ കുടുംബങ്ങളെ, തങ്ങന്മാർ രംഗത്തിറക്കിയിട്ട് ഇതാ ഇന്ന ഹോജാന്റെ ബർക്കത്ത്, അതിന്റെ നേതൃത്വത്തിലുള്ള ദുആ സമ്മേളനം, ഇന്നയാളുടെ നേതൃത്വത്തിലുള്ള ദിക്ർ ഹൽക്ക, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ റമദാനിലെ 27 രാവ് ലൈലത്തുൽ ഖദറിന് സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ ആ എണ്ണപ്പെട്ട രാവുകളിൽപ്പെട്ട ഒരു രാവ്. ആ രാവിൽ ജനങ്ങളോട് പറയുന്നു, വരൂ,
പാടത്തേക്ക് വരൂ. അങ്ങനെ പാടത്തേക്ക് ജനങ്ങളേക്ക് വിളിച്ചു കൂട്ടിയിട്ട് അവിടുന്ന് സ്പെഷ്യൽ ദിക്ർ എന്ന് മാത്രമല്ല 10,000 അവിടെ ഒന്നിച്ചു കൂടുന്നു. കാരണം റമദാൻ മാസമാണല്ലോ, ദിക്ർ ചൊല്ലിയ കൂലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പാടത്ത് പോകുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? അതേ പാടത്തേക്ക് പോകാനല്ല, റമദാനിലെ അവസാനത്തെ പത്തായാൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മുണ്ട് മുറുക്കി കൊടുക്കും, തന്റെ കുടുംബക്കാരെയൊക്കെ വിളിച്ചുണർത്തും. എന്നിട്ട് പറയും, പൊയ്ക്കോ പള്ളിയിലേക്ക്, ഇഴ്തികാഫിരുന്നോ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പാടില്ല. അത്യാവശ്യം മലമൂത്ര വിസർജനം പോലുള്ള ആവശ്യങ്ങളുണ്ടോ, നിങ്ങൾ പുറത്തിറങ്ങിക്കോ, ആവശ്യം നിർവഹിച്ചാൽ ഉടൻ തന്നെ മടങ്ങി വരണം. അങ്ങനെ മടങ്ങി വന്നിട്ട് നിങ്ങൾ വീണ്ടും ഇഴ്തികാഫിരിക്കണം, പള്ളിയിൽ തന്നെ ഭജനമിരുന്നോ. കാരണം എന്താണെന്നറിയോ? 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിന്റെ രാവ് പ്രതീക്ഷിക്കേണ്ട രാവാണ് വിശുദ്ധ റമദാനിലെ അവസാനത്തെ ഭാഗം. അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഈ മുസ്ലിം ഉമ്മത്തിനെ പുരോഹിതന്മാർ വിളിക്കുന്നു, വരൂ വരൂ, പള്ളിയിൽ നിന്ന് വരൂ, പാടത്തേക്ക് വരൂ. അങ്ങനെ വലിയ പാടത്ത് കൊണ്ട് വരുത്തിയിട്ട് കൗമിന്റെ പോക്കറ്റ് അടിക്കാൻ ഒരുത്തരം ആത്മാർത്ഥം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കൗമിന്റെ പോക്കറ്റ് അടിക്കാൻ. എന്നിട്ട് 10,000 കൂടിയിട്ട് പറയാ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തെ സ്ഥലം ഉണ്ടല്ലോ, അത് വഖഫ് ചെയ്യണം. എന്റെ വാപ്പാന്റെ സ്വത്ത്, അത് വഖഫ് ചെയ്യാൻ. ഇരിക്കുന്ന സ്ഥലം വഖഫ് ചെയ്യണം. ആ വഖഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതെന്താ പറ്റാത്തത്? എന്താ പറ്റാത്തത്? കണ്ടവന്റെ സ്ഥലം വഖഫ് ചെയ്യാൻ പറ്റുമോ? മൈതാനത്ത് ഇപ്പൊ നിങ്ങളൊക്കെ ഞാൻ പറയാ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ വഖഫ് ചെയ്തോളൂ. വഖഫ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്റെ വഖഫ് ചെയ്തോ? അപ്പൊ സാധാരണക്കാരൻ പഠിച്ചോനെ എങ്ങനെയാ വഖഫ് ചെയ്യാ? അത് വഖഫ് ഒരു ബുദ്ധിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതാ മസാല. ഞാൻ നേരത്തെ പറഞ്ഞ മസാല, മസാല. ആ മസാല എന്താ? നിങ്ങളിരിക്കുന്ന സ്ഥലം ഇത്ര സ്ക്വയർ ഫീറ്റ്, അതിന്റെ 350 രൂപ വരും. അപ്പോ ആ 350 രൂപ നിങ്ങൾ കൊടുത്താൽ മതി. നല്ല കോലാണ്. ആ 350 കൊടുത്താൽ മതി. സാധുക്കളെ, മക്കൾക്ക് ചിലപ്പോ മക്കൾക്ക് നോമ്പുറക്കാനുള്ള സാധനം ഉണ്ട്, അല്ലെങ്കിൽ പെരുന്നാളിന് കുപ്പായ എടുക്കാനുള്ള പൈസ ആയിരിക്കും. സാധുക്കള് ആയിക്കോട്ടെ, ഇപ്പൊ പറഞ്ഞല്ലോ. എന്തിനാ ചെയ്യുന്നറിയോ? ഒരു ബക്കറ്റായിട്ടും കൂടെ ഇറങ്ങിയാൽ കൂടിയാൽ ചിലർ 50, 100, 200 അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ. ഇതിപ്പോ ഫിക്സഡ് റേറ്റ് ആണല്ലോ, ഒരു കണക്ക് കിട്ടുമല്ലോ. ഒരു കണക്ക് കിട്ടാൻ 350 രൂപ ഇരിക്കണുണ്ടെന്ന് വാങ്ങാണ് വഖഫ് ചെയ്തിട്ട്, കണ്ടവന്റെ പറമ്പ് വഖഫ് ചെയ്തിട്ട് മുസ്ലിം പൈസ ഇട്ടാ. ഈ തോന്നിവാസത്തിന് വിശുദ്ധ റമദാനില് 27 രൂപ. അതാ ഞാൻ പറഞ്ഞത്, ദിക്റും സലാത്തൊന്നല്ല ഇവർക്ക് പ്രശ്നം. ദിക്റും സലാത്തവർക്ക് പ്രശ്നം ആണോ? ഇവർക്ക് ഈ പരിപാടി നടത്താൻ ഇതിന്റെ വരുമാനമൊന്നും വേണ്ട. പരിപാടി നടത്തുന്ന ചിലവും ദിക്റാൽക്കാരുടെ ചിലവൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, സൂപ്പർ മാർക്കറ്റും ആ മാർക്കറ്റിന്റെ ആ ലാഭശതമാനത്തിന്റെ 100ൽ 1 ഇവിടെ ചെലവാക്കിയാൽ മതി. ഇവർക്ക് വാദപരമ്പര നടത്താം, അതുപോലെ തന്നെ ഇവർക്ക് മറ്റുള്ള പരിപാടിയൊക്കെ സംഘടിപ്പിക്കാം. അതിന് മാത്രം ഉണ്ടേ. ഇവർക്കതല്ല, ഇവർക്ക് സാമ്പത്തിക ലക്ഷ്യമാണ്. ഈ പരിപാടി നടത്തിയാലും അവരെ സംബന്ധിച്ചിടത്തോളം മുതലാകണം അല്ലേ? എന്നിട്ട് സാധാരണക്കാരായ പാവപ്പെട്ടവന്റെ കീശ പിരിഞ്ഞ് വഖഫ് ചെയ്തിട്ട് സ്വന്തമല്ലാത്ത സ്ഥലം വഖഫ് ചെയ്ത് 350 ആ വകയില്. വേറൊരു വകയില് അതെല്ലാത്തിനും പിരിവ് വരണ്ടോ? വഖഫ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് വേറൊരു അഡീഷണൽ പിരിവ് അല്ലേ? എന്നിട്ട് ഈ സാധാരണക്കാരനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഓന്റെ ദുനിയാവും തട്ടി പരലോകം തട്ടാണ് തീരുമാനത്തിലെ മുസ്ലിയാക്കന്മാര്. ദുനിയാവ് തട്ടി പരലോകത്തിനും തട്ടി. സഹോദര, നമ്മൾ സാധാരണ പടച്ചോണ്ട് ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? ഈ വാത് കഴിഞ്ഞാൽ, നമസ്കാരം കഴിഞ്ഞാൽ നമ്മളൊക്കെ പടച്ചോണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും, പടച്ചോനെ അല്ലാഹുവേ എന്റെ രോഗം മാറ്റണേ, പ്രയാസം ദൂരീകരിക്കണേ നാഥ, എന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ തമ്പുരാനെ, എന്റെ മാതാപിതാക്കളെ നീ സന്മാർഗത്തിലൂടെ നയിക്കുകയും അവരെയും ഞങ്ങളെയും സ്വർഗ്ഗപ്പൂങ്കാവിൽ തെളിയിച്ചു കൂട്ടുകയും ചെയ്യുന്ന തമ്പുരാനെ അല്ലാഹുവേ നാഥ എന്നൊക്കെയല്ലേ നമ്മൾ ദുആ ചെയ്യല്. എന്നിട്ട് ഈ പാടത്ത് 27 രാവിന് ഒരുമിച്ച് കൂടിയ ഖൗമിന് മുസ്ലിയാർ ദുആ ചെയ്യണ നോക്കൂ നിങ്ങള്. എന്താ മുസ്ലിയാർ ദുആ? ാണ് തങ്ങള്, ഞങ്ങളെ സദസ് കാണുന്നല്ല തങ്ങള്, ഞങ്ങളെ അവസ്ഥ കാണുന്നല്ല തങ്ങള്, ഇത്ര മണിക്കൂറായി വന്നിരിക്കുന്നു തങ്ങള്, ഞങ്ങളെ വിഷമം അറിയുന്ന തങ്ങള്, ഞങ്ങളെ ബേജാററിയുന്ന തങ്ങള്, നമുക്ക് പരിഹാരം വേണം തങ്ങള്, വിഷമങ്ങളുണ്ട് തങ്ങള്, പ്രയാസങ്ങളുണ്ട് തങ്ങള്, പ്രായമായ പെൺമക്കളുണ്ട് തങ്ങള്, ഒരുപാട് കടമുണ്ട് തങ്ങള്, എത്രയോ കാര്യം റബ്ബിനോട് ഞങ്ങൾ എണ്ണി പറഞ്ഞല്ലോ തങ്ങള്, ഇതിനൊക്കെ ഞങ്ങൾക്ക് ഫത്ഹ് വേണം തങ്ങള്, വിജയം വേണം തങ്ങള്, ഇജാബത്ത് വേണം തങ്ങള്, ഞങ്ങൾ ദോഷികളാണ് തങ്ങള്, പാപികളാണ് തങ്ങള്, പാവങ്ങളെ കള്ള പൊറുക്കണം തങ്ങള്, റെക്കമെൻഡ് ചെയ്യണം തങ്ങള്,
സഹായിക്കണം തങ്ങള്, കൈപിടിച്ച് രക്ഷിക്കണം തങ്ങള്, ഞങ്ങൾ വഷളാക്കല്ല തങ്ങള്, മത്തീങ്ങളോട് സ്നേഹമുള്ള തങ്ങള്. ഞങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ ഈ പറയുന്നത് മനുഷ്യന്മാര്? ആരായി പറയുന്നത്? അല്ലാഹുമ്മ അല്ലാഹുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമല്ലേ നമുക്ക്? തങ്ങളെ ആടി കരട് പോലെ ഇങ്ങനെ കേൾപ്പിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങൾ, ഇത് ചിരിച്ചു തള്ളാനുള്ള വിഷയമൊന്നുമല്ല. ചിരിച്ചു തള്ളേണ്ട വിഷയമല്ല ഇത്. നാളെ മുത്തുനബിയുടെ മുന്നിൽ നിങ്ങൾക്ക് നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ? മുഹമ്മദ് നബിയുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത ഉണ്ടോ നിങ്ങൾക്ക്? യേശുവിനെ ആരാധിച്ച മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്. യേശുവിനെ, ഈസാ നബി ആരാധിച്ച മനുഷ്യന്മാര് പോട്ടെ പോയതിനപ്പുറ കാണല്. അവിടെ യേശുവേ യേശുവേ എന്ന് വിളിക്കൊള്ളു. മനസ്സിലായില്ലേ? മുഹമ്മദ് നബി അംഗീകരിച്ചോ? മുഹമ്മദ് നബി പറഞ്ഞെന്താ? മുത്തുനബിയെ തങ്ങള് പ്രവാചകന്റെ കുടുംബമായി തങ്ങന്മാരെന്നാ പറയണത്. യോഗ്യത ഉണ്ട് നിങ്ങൾക്ക്, പാരമ്പര്യം അവകാശപ്പെടാനുള്ള യോഗ്യത. മുഹമ്മദ് നബി പറഞ്ഞെന്താ? സലൂലി അൽ വസീല, സലൂലി അൽ വസീല. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനോട് മുഹമ്മദ് നബി പറയുന്നു, സലൂ നിങ്ങൾ ചോദിക്കണം, ലീ എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, അൽ വസീല വസീലയെ ചോദിക്കണം കേട്ടോ. എന്താണ് വസീല എന്ന് പറഞ്ഞാൽ ഫൈന്നഹാ മൻസിലത്തും ഫിൽ ജന്ന, അത് സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ്. ആ സ്ഥാനം എനിക്ക് കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. മുഹമ്മദ് നബി സമുദായത്തോട് പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അള്ളാഹിന്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നബിയോടല്ല. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ വസീല ഫളീല എന്ന പദവി നൽകണേ. മുഹമ്മദ് നബിക്ക് വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ള പറയുന്നു. ഇനി അല്ലാഹ് പറഞ്ഞത് എന്താ? അല്ലാഹയും പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, തീർച്ചയായും അല്ലാഹുവും മലായികത്തുകളും പ്രവാചകനിതാ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രവാചകന് നൽകാൻ തയ്യാറായിരിക്കുന്നു. മലക്കുകളാകട്ടെ അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് സലാം ലഭിക്കാൻ വേണ്ടിയിട്ട്, സ്വലാത്തിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രവാചകന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹ് നമ്മോട് കൽപ്പിച്ചു. സഹാബത്ത് റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങക്ക് ഞങ്ങൾ സലാം പറയാറുണ്ടല്ലോ, എങ്ങനെയാണ് അങ്ങക്ക് നിങ്ങൾ സ്വലാത്ത് ചെല്ലുക? എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലുക എന്ന് റസൂലുള്ളാഹിന്റെ അടുക്കൽ സഹാബത്ത് വന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. മുഹമ്മദ് നബി ഉമ്മത്തിനോട് പറയാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹ് നമ്മോട് കൽപ്പിച്ചു, മുഹമ്മദ് നബിക്ക് വേണ്ടി അള്ളയോട് പ്രാർത്ഥിക്കണം. മുസ്ലിയാക്കന്മാരെന്ത് എടുത്തെന്നറിയോ? ഈ പാവപ്പെട്ട കൗമ്, ആ കൗമിനെ വിളിച്ചു വരുത്തി അവരുടെ പോക്കറ്റടിച്ചിട്ട് അവരെ നരകത്തിലേക്കുള്ള സീറ്റ് റിസർവ് ചെയ്യാൻ, പ്രവാചകന്റെ ശഫാഅത്തിൽ നിന്ന് അവരെ പുറത്തു നിർത്താൻ വേണ്ടിയിട്ട്, തങ്ങളെ രോഗം മാറ്റി തങ്ങളെ, ശമനം തരൂ തങ്ങളെ, അതുപോലെ മക്കളെ തരൂ തങ്ങളെ, പൊറുക്കാറുള്ള പറയൂ തങ്ങളെ, ഈ നിലക്ക് നീട്ടിയും മരച്ചും ഏങ്ങിക്കരഞ്ഞും സമുദായത്തെ പറ്റിച്ചിട്ട് ഈ സമുദായത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ഈ പണ്ഡിത പുരോഹിതന്മാരെ തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇവരെ തിരിച്ചറിയാൻ കഴിയണം. ഇല്ലെങ്കിൽ ഒരുപാട് അപകടം ഉണ്ടാവും, നാശം ഉണ്ടാവും. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. ഇത് പറയുന്നു പുത്തൻവാദിയാണത്രേ.
ഈ നിലക്ക് സഹോദരങ്ങളെ എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം ദുർവ്യാഖ്യാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. വിശ്വാസികളുടെ ബാധ്യതയാണ് ഏറ്റെടുത്ത് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ പഠിക്കാൻ തയ്യാറാവുക, അന്വേഷിക്കാൻ തയ്യാറാവുക, അന്വേഷിക്കാൻ തയ്യാറാവുക. ജാടകളിൽ വഞ്ചിതരാകാതിരിക്കുക. ജാട എല്ലാവർക്കും കാണിക്കാം, എല്ലാവർക്കും ജാട കാണിക്കാൻ. ജാട കാണിക്കാൻ പൈസ ചെലവില്ല. അതുകൊണ്ട് ജാടയിലല്ല കാര്യം. പ്രമാണബദ്ധമായി ചിന്തിക്കാൻ തയ്യാറാകണം, തെളിവന്വേഷിക്കാൻ തയ്യാറാകണം, കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാകണം. പണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുൽസിത നീക്കങ്ങൾ, ജാറ വ്യവസായങ്ങൾ, ഈ ജാറ വ്യവസായങ്ങളെ കുറിച്ചും അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും അന്വേഷിക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അവസാനമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നാളെ റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്കും രക്ഷപ്പെടണം, നാഥന്റെ അടുക്കൽ രക്ഷപ്പെടണം. അത് നമ്മൾ മടങ്ങണം. എങ്ങോട്ടാണെന്നറിയോ? ഇസ്ലാമിന്റെ യഥാർത്ഥമായ സന്ദേശങ്ങളിലേക്ക്, പ്രമാണബദ്ധമായ ചിന്താഗതികളിലേക്ക്, നാളെ റബ്ബിന്റെ കോർട്ടിൽ രക്ഷപ്പെടാൻ ആവശ്യമായ സംഗതികളിലേക്ക്. അങ്ങനെ പ്രമാണബദ്ധമായി ചിന്തിച്ചിട്ട് റബ്ബിന്റെ ദീൻ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കിയിട്ട് റബ്ബിന്റെ ദീനിലേക്ക് പരിപൂർണമായി കടന്നു വരാൻ സാധിക്കണം. ഖുർആൻ പറഞ്ഞതുപോലെ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി നിങ്ങൾ മൊത്തത്തിൽ ഇസ്ലാമിലേക്ക് കടന്നുകൊള്ളുക, പ്രവേശിച്ചുകൊള്ളുക. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്ന് അതിന്റെ എല്ലാവിധ സൗന്ദര്യങ്ങളും ആസ്വദിച്ച് അതിന്റെ എല്ലാവിധ മാധുര്യങ്ങളും അനുഭവിച്ച് അവസാനം വരെ അതിൽ നിലകൊള്ളുക. ഖുർആൻ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ളവരെ, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയോടെ ജീവിക്കണം. ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം തഖ്വയോടെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കാൻ പാടില്ല. മുസ്ലിം അല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന ഖുർആനിന്റെ ആ താക്കീത് എനിക്കും എന്റെ സഹോദരങ്ങൾക്കും വേണ്ടി ഓർമ്മിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നാം ഏവരെയും ഇഹത്തിലും പരത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാദാ, ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന മുത്തക്കളോടൊപ്പം ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വേണ്ടി വാദിക്കാനും അതിനു വേണ്ടി നിലകൊള്ളാനും മുഹമ്മദുർ റസൂലുള്ള ജീവിതത്തിൽ കൊണ്ടുവരാനും അവസാന നിമിഷം വരെ അതിലടി ഉറച്ചു നിൽക്കാനുമുള്ള കരുത്തേകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.